കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വലിയ സ്നേഹത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളെ കരുതുന്ന ഞങ്ങളുടെ കരുതലിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തരുന്ന എല്ലാ ആത്മീയ പാഠങ്ങൾക്കായിട്ട് സ്തോത്രം. ദൈവരാജ്യത്തിൽ കൊള്ളാവുന്നവരായി ഞങ്ങൾ തീരേണ്ടതിന് അവിടെ ഞങ്ങളെ പണിതെടുത്തുകൊണ്ടിരിക്കാൻ സ്തോത്രം. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നലെ നമ്മൾ പഠിച്ചത് ദ ലോ ഓഫ് നാവിഗേഷൻ എന്ന് പറഞ്ഞാൽ നാവിക നിയമം. ശരിക്കും അതിന് കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞത് എങ്ങനെയാ? സ്റ്റിയറിംഗ് പിടിക്കാൻ എല്ലാവരെ കൊണ്ടും കഴിയും, വണ്ടി ഓടിക്കാൻ എല്ലാവരെ കൊണ്ടും കഴിയില്ല. അതാണ് ആക്ച്വലി അതിനകത്തുള്ള കാര്യങ്ങൾ. നാവിക നിയമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ചുക്കാൻ പിടിക്കാൻ എല്ലാവരെ കൊണ്ടും കഴിയും, പക്ഷേ കപ്പൽ ഓടിക്കാൻ എല്ലാവരെ കൊണ്ടും കഴിയത്തില്ല. അപ്പം നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ കപ്പൽ ഓടിക്കലും ചുക്കാൻ പിടിക്കലും ഒന്നും നമുക്കില്ലാത്തതുകൊണ്ട് നമ്മുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് പിടിക്കാൻ എല്ലാവരെ കൊണ്ടും കഴിയും, വണ്ടി പിടിക്കാൻ എല്ലാവരെ കൊണ്ടും സാധിക്കത്തില്ല. വണ്ടിയുടെ ABCD അറിയാത്ത ആൾക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം, സീറ്റ് ഇരുന്ന് സ്റ്റിയറിംഗ് പിടിച്ചുകൊണ്ടിരുന്ന പടമൊക്കെ എടുക്കാം. കാണുമ്പോൾ ആളുകൾ വിചാരിക്കും എന്തോ, ഓ ഇത്ര ചെറുപ്പത്തിലേക്ക് കൊച്ചു വണ്ടി ഓടിക്കുന്നു എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഓടിക്കുമ്പോഴാണ് വിവരം അറിയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത് ലീഡർഷിപ്പിനോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് വരുന്നത്? അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു ദൗത്യം ചെയ്തെടുക്കാൻ എല്ലാവരെ കൊണ്ടും കഴിയത്തില്ല. വേണമെങ്കിൽ ഏൽപ്പിക്കാം നമുക്ക് അവരെ. മനസ്സിലായോ? ഒരു കാര്യം നമുക്ക് വേണമെങ്കിൽ ഒരാളെ ഏൽപ്പിക്കാം. പക്ഷെ അത് അവർക്ക് ലഭിച്ചു എന്നുള്ളത് കൊണ്ട്, ഏൽപ്പിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അവരെ കൊണ്ടത് ചെയ്തെടുക്കാൻ കഴിഞ്ഞു എന്ന് പറ്റത്തില്ല. ഉദാഹരണം പറയാം. സാമ്പാർ വയ്ക്കാൻ പറഞ്ഞ് കുറേ കഷ്ണവും കത്തിയും ചട്ടിയും കലവും വേണ്ട കറിക്കൂട്ടുകളും എല്ലാം ആളെ കൊടുത്തു. ആളെന്തോ വെക്കുകയും ചെയ്തു. വായു വെച്ച് കൂട്ടാൻ പറ്റില്ലെന്ന് മാത്രം. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം എടുത്തെടുത്ത് മീറ്റിങ്ങിന് പോയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് ഉണക്കമീൻ കറി വെച്ചതാണോ എന്ന് എനിക്ക് സംശയം. അപ്പോൾ ഞാൻ കൂടുതൽ ഉണക്കമീനാണ് വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു. അപ്പം അടുത്ത ആൾ പറഞ്ഞു ഉണക്കമീനൊന്നുമല്ല, പച്ചമീൻ തന്നെ, പക്ഷെ ഉപ്പ് കൂടിയെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ അത് മീൻ ഉപ്പിലിട്ടപ്പോൾ അത്രേ ഉപ്പായിരുന്നു തന്നെ. അപ്പോൾ എനിക്കും തോന്നി, എടാ ഇത് രുചി നോക്കാതാണോ ഇത് കൊണ്ട് വിളമ്പി തന്നതെന്ന്. അത്രയ്ക്ക് ഉപ്പ്. പക്ഷെ സൂപ്പറായിട്ട് വെച്ചത്, പക്ഷെ എല്ലാം എന്താക്കി കളഞ്ഞു? ഉപ്പാക്കി കളഞ്ഞു. അതിനിപ്പം വേണമെങ്കിൽ ഒരു 3-5-6 മാസത്തേക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. എങ്ങനെ? ഉപ്പിൻ്റെ അതിപ്രസരം കൊണ്ട്. അപ്പം അതാ ഞാൻ പറഞ്ഞു വരുന്നത്, കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒരാളെ ഏൽപ്പിച്ചു കൊടുത്താൽ, പക്ഷേ അദ്ദേഹത്തിന് അത് ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടായെന്ന് വരത്തില്ല. അത് നിർവഹിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായെന്ന് വരത്തില്ല. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം വേദപുസ്തകത്തിൽ ഒരാളുണ്ട്, ദാവീദ് കഴിഞ്ഞിട്ട് ദാവീദിൻ്റെ മകൻ വന്നു. ആരാ? ശലോമോൻ. ആള് ഭയങ്കര ബുദ്ധിശാലിയൊക്കെ ആയിരുന്നു. പക്ഷേ ശലോമോനുള്ള ദോഷം എന്തായിരുന്നെന്ന് അറിയാമോ? അവനൊരു ധാരാളിയായിരുന്നു. പണം വിനിയോഗിക്കുന്നതിൽ യാതൊരു ബെല്ലും ബ്രേക്കും ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു അവന് സഭാപ്രസംഗത്തിൽ തന്നെ പറഞ്ഞു, ഞാൻ എല്ലാം എന്ത് ചെയ്തു? പരീക്ഷിച്ച് നോക്കിയെന്ന് പറഞ്ഞു. പിന്നെ പോരാത്തതിന് 1000-ലധികം വനിതകൾ അവൻ്റെ കൂടെ ഉണ്ട്. അതിൽ കുറച്ച് പേര് ഭാര്യമാരായിട്ടും കുറച്ച് പേര് ഇതൊക്കെയായിട്ട്. ഈ ശലോമോനത് ചെയ്യാൻ കാരണമുണ്ട്. കാര്യം എന്നാണെന്നറിയാമോ? ഒരു അലൈൻമെൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യം എന്ത് ചെയ്യാൻ വരത്തില്ല? യുദ്ധത്തിന് വരത്തില്ല. അതായിരുന്നു അവൻ ഉപയോഗിച്ച ടെക്നിക്ക്. ഏതാ? അതുകൊണ്ട് എല്ലാ രാജ്യത്തിലെയും എന്ത് ചെയ്തു? രാജ്യത്തിലെ രാജാക്കന്മാരുടെ മക്കളെ അവൻ എന്ത് ചെയ്തെന്നറിയാമോ? വിവാഹം കഴിച്ചു. പിന്നെ ഇവൻ്റെ ഈ പ്രതാപം ഇങ്ങനെയുള്ളത് കൊണ്ടും അക്കാലത്ത് അത് അനുവദനീയമായതുകൊണ്ടും എല്ലാവരും അതിന് എന്ത് ചെയ്തു? ഇന്നാലും ഞങ്ങളുടെ മരുമോനാന്ന് പറയുന്നതിൽ എന്നെ
എല്ലാവരും അതൊരു അഭിമാനമായിട്ടും കരുതി ഒക്കെ ചെയ്തു. പക്ഷെ ഇത്രയും വന്നപ്പോഴത്തേന് ഇവിടെ ചെലവ് കൂടുക. വിവാഹം കഴിച്ചവർക്കറിയാം, ഒരെണ്ണം ഉണ്ടായുള്ള ചിലവും അതിന് കൂടുതൽ 1000 ആണെങ്കിലോ, ഈ 1000 എണ്ണത്തിനും കൂടെ കല്യാണത്തിന് കൊണ്ടുപോകണമെങ്കിൽ എത്ര 1000 സാരിയെങ്കിലും എടുത്ത് കൊടുക്കണ്ടേ. സഹോദരിമാർക്കൊരു പ്രത്യേക ദോഷമുണ്ട്. അതെന്നാണെന്നറിയാമോ? അവർക്ക് എവിടെ പോകണമെങ്കിലും പുതിയ സാരി കിട്ടണം. എത്ര അകത്തുണ്ടെങ്കിലും അടുത്തൊരു ഫംഗ്ഷന് വേണമെങ്കിൽ അവർക്ക് എന്നാ വേണം? പുതിയ തന്നെ വേണം. അവിടെ ഞാൻ എൻ്റെ ഒരു ക്ലാസ്സിൽ പറഞ്ഞില്ല, ഒരു സഹോദരി പറയുകയാണ്, എനിക്ക് കല്യാണത്തിന് പോകാൻ തുണിയൊന്നും ഇല്ല എന്നുണ്ടോ ഉദ്ദേശിക്കുന്നത്? എന്താണെന്ന് തുണിയില്ല എന്നല്ല ഉദ്ദേശിച്ചത്, എന്തുവാ പുതിയതൊന്നുമില്ലെന്നാ. എന്നാൽ നേരെ തിരിച്ചൊരു പുരുഷൻ പറയാ, എനിക്കിന്ന് കല്യാണത്തിന് പോകാൻ ഡ്രസ്സൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ പുള്ളി എന്താ ഉദ്ദേശിച്ചത്? ഒരു നല്ല ഡ്രസ്സ് അലക്കി തേച്ചതില്ലെന്നാ പുള്ളി ഉദ്ദേശിക്കുന്നത്. പുള്ളി ഒരിക്കലും എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല? പുതിയതിനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് അത് ഓർത്തോളം എപ്പോഴും. ശരി, എന്തായാലും കൊള്ളാം. അപ്പോൾ ഇത്രയും വരുവർ വന്നു. ഇനി ഇവരെന്ത് ചെയ്തെന്നറിയാം? അതാണ് അതിൻ്റെ ഏറ്റവും വലിയ. ശലോമോൻ്റെ ജീവിതം പഠിച്ചു കഴിഞ്ഞാൽ വളരെ ദയനീയമായി അധംപതിച്ചതിൻ്റെ കാരണം, ഇവൻ്റെ ദൈവമായ യഹോവയ്ക്ക് ഉണ്ടാക്കിയ ആലയം നമുക്ക് എല്ലാവർക്കും അറിയാം. ദാറ്റ് വാസ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ദ ഗ്ലോറിയസ് വൺ. അതുവരെ ഇല്ലാത്ത ഏറ്റവും മഹത്തരമായ. പിന്നെ അപ്പം ആണെങ്കിൽ പിന്നെ അപ്പൻ്റെ ദൈവത്തിന് അത്രയും ഉണ്ടാക്കി കൊടുത്തെങ്കിൽ പിന്നെ ഭാര്യയുടെ ദൈവത്തിന് ഉണ്ടാക്കി അതിൽ കുറയാൻ പറ്റുമോ? മനസ്സിലായില്ല. പെങ്ങൾക്ക് എടുത്തു കൊടുത്ത സാരിയൊക്കെ കുറഞ്ഞത് ഭാര്യയ്ക്ക് എടുത്തു കൊടുത്ത വിവരം അറിയും അന്ന്, ഇല്ലയോ? അറിയും. അപ്പം അപ്പൻ്റെ ദൈവത്തിന് വേണ്ടി, കാരണം അത് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം അപ്പം അതെല്ലാം കൂടെ എന്ത് ചെയ്ത് വെച്ചു? അവിടെ സ്വരൂപിച്ച് വെച്ചതുകൊണ്ട് എന്തോ ചെയ്തു? അത് ചെയ്തേ പറ്റൂ. അപ്പം അപ്പൻ്റെ ദൈവത്തിന് വേണ്ടി ഇത്രയും മഹത്വകരമായൊരു ആലയം ഉണ്ടാക്കിയപ്പോൾ ബാക്കിയുള്ളവരെല്ലാം വെറുതെ ഇരിക്കും. ഞങ്ങൾക്കും വേണം, ഞങ്ങളുടെ ദൈവത്തിനും വേണം ഓരോ ആലയം എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? യെരുശലേം മുഴുവൻ വിഗ്രഹാരാധികളുടെ ദൈവത്തിൻ്റെ ക്ഷേത്രം കൊണ്ട് എന്ത് ചെയ്തെന്നറിയാമോ? ഇവൻ നിറച്ചു കളഞ്ഞു. അല്ലേ പിണങ്ങും? യെരുശലേമിൽ മുഴുവൻ വിഗ്രഹാരാധികളുടെ ക്ഷേത്രം കൊണ്ട് ആര് നിറച്ചു? ശലോമോൻ നിറച്ചു. കാശ് എവിടുന്ന്? കാശ് എവിടുന്നായിരുന്നു? ഭണ്ഡാരത്തിലെ ജനങ്ങളിൽ നിന്ന് വാങ്ങിച്ച നികുതി മുഴുവൻ. ജനത്തിൻ്റെ നികുതിയാണ് എന്ത് ചെയ്തത്? ഇവ മുഴുവൻ എടുത്ത് ദൂർത്തടിച്ചേ. ശലോമോൻ്റെ കാലഘട്ടം കഴിഞ്ഞു. അടുത്ത രാജാവ് കയറി വന്നപ്പോഴാ ജനം ചെന്നൊരു നിവേദനവുമായിട്ട് ചെന്നു. ആ നിവേദനം എന്തുമായിരുന്നു? നികുതി ഞങ്ങൾക്ക് കുറച്ച് തരണമെന്ന്. ഞങ്ങൾക്ക് അപ്പം ഞങ്ങളുടെ മേൽ ചുമത്തിയിരിക്കുന്ന നികുതി കുറയ്ക്കണം. യെരുശലേം ദേവാലയം പോലത്തെ ഒരു 1000 ദേവാലയം പണിങ്ങനെ രൂപ എത്ര വേണമെന്നറിയാമോ? ആരെങ്കിലും ഉറപ്പിക്കാൻ പറ്റും? അതുകൊണ്ട് ഇവൻ്റെ കാലശേഷം കഴിഞ്ഞപ്പോൾ ജനം വന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, നികുതി ഭാരം ഞങ്ങൾക്ക് കുറച്ച് തരണം, ഇറ്റ്സ് ടു മച്ച് പറഞ്ഞു. ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ശലോമോൻ അവൻ ആരുമായിട്ട് ആലോചിച്ചെന്നറിയാമോ? യൗവനക്കാരായ തൻ്റെ സമപ്രായക്കാരായ കുറച്ച് സിൽബന്ധികൾ അവനുണ്ടായിരുന്നു. അപ്പൻ്റെ ഉപദേഷ്ടാക്കന്മാരോടല്ല അവൻ ചോദിച്ചത്, തൻ്റെ യൗവനക്കാരായ. അവർ പറഞ്ഞൊരു കാര്യം ചെയ്തോ, ജനത്തോട് പറഞ്ഞു, നികുതി ഒന്നും കുറയ്ക്കാൻ പോകില്ല, നികുതി കൂട്ടാൻ പോവുക. എന്നിട്ട് അവൻ എന്തോ പറഞ്ഞെന്നറിയാമോ? എൻ്റെ അപ്പൻ നിങ്ങളെ ചമ്മട്ടി കൊണ്ടടിച്ചെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉപദ്രവിക്കാൻ തേളുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ പോകുന്നത്. പിന്നെ വായിച്ചോ, എൻ്റെ അപ്പൻ്റെ അല്ല, കുറച്ചുകൂടെ പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ ചെറുവിരൽ എൻ്റെ അരയേക്കാൾ വണ്ണമുള്ളതാക്കി പറഞ്ഞു. ഇല്ലേ വായിച്ചേ? എൻ്റെ ചെറുവിരലുണ്ടല്ലോ, അതെൻ്റെ അപ്പൻ്റെ അരയേക്കാൾ തൊടയേക്കാൾ എന്ന് പറഞ്ഞാൽ എന്തുവാ? നികുതി ഭാരം ഞാൻ കൂട്ടാൻ പോവുകയെന്ന്. ജനം വിട്ടോ? ജനം പറഞ്ഞു, എന്നാൽ നീ കൂട്ടാൻ പറഞ്ഞു. രാജ്യം 2ആയിട്ട് വിഭജിക്കപ്പെട്ടു. ദാവീദ് ഗൃഹമേ, നീയുമായിട്ട് ഞങ്ങൾക്കിനി യാതൊരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞ് ഇസ്രയേൽ രാജ്യം വടക്കൻ രാജ്യമെന്നും തെക്കൻ രാജ്യമെന്നും 2ആയി തിരിഞ്ഞു. 10 ഗോത്രം ഒന്നിച്ചും 2 ഗോത്രം ഒന്നിച്ചുമായിട്ട് നിന്നു. ഇസ്രയേലും യഹൂദയും എന്ന പേരിൽ അവർ അറിയപ്പെട്ടു. കാര്യമെന്നാ? ജനത്തിൻ്റെ പൾസറിയാൻ അവൻ പരാജയപ്പെട്ടു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ അവർ തമ്മിലായ അടി.
യഹൂദയും ഇസ്രായേലും തമ്മിൽ. അപ്പം പിന്നെ ഇസ്രായേൽ വടക്കൻ രാജ്യക്കാർ ഒരു കാര്യം മനസ്സിലാക്കി, കാരണം ജനം ഇപ്പോഴും പോകുന്നത് എങ്ങോട്ട്? ആരാധനയ്ക്കൊക്കെ ഇങ്ങോട്ട് തന്നെ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പുറത്ത് വേറൊരു ആരാധനാലയം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അവർ വേറൊരു ആരാധനാലയം തന്നെ ഉണ്ടാക്കി. ജനം ഇനി ഇങ്ങോട്ട് പോയി ഒരു ആത്മീയ ബന്ധം പോലും തെക്കൻ രാജ്യവുമായിട്ട് ചെയ്യാതിരിക്കത്തക്കവണ്ണം. രാജസ്ഥാനത്ത് അവന് വരാൻ കഴിഞ്ഞു, പക്ഷേ രാജ്യം ഭരിക്കാൻ അവനെ കൊണ്ട് എന്ത് ചെയ്തില്ല? കഴിഞ്ഞില്ല. ശരിയായിരുന്നു, അവനായിരുന്നു അർഹമായിട്ട് വന്നു, പക്ഷേ ഹി ഫെയിൽഡ്. അവൻ പരാജയപ്പെട്ടു ഒരു രാജാവായിരിക്കുന്ന കാര്യത്തിൽ. ഇത് ഒരു രാഷ്ട്രത്തിൻ്റെ ചരിത്രം മാത്രമല്ല. ചരിത്രം നിങ്ങൾ പഠിച്ചാൽ, രാഷ്ട്രമീമാംസ പഠിച്ചാൽ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി പഠിച്ചാൽ ഒത്തിരി രാജ്യങ്ങൾക്ക് ഇത് വന്നിട്ടുണ്ട്. ഒത്തിരി രാജ്യങ്ങൾക്ക്. വേണ്ട, നമുക്ക് രാജ്യങ്ങളെ മാറ്റി വയ്ക്കാം, സഭകളെ എടുക്കാം. ഇനി എത്രയോ സഭകൾ പൊട്ടിപ്പോയതിൻ്റെ കാര്യം എന്നാ? ദ ലീഡർഷിപ്പ് ഫെയിൽഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ പൾസ് ഓഫ് ദ പീപ്പിൾ. നേതൃത്വം ജനത്തിൻ്റെ ആവശ്യത്തെ മനസ്സിലാക്കാൻ പരാജയപ്പെട്ടു. വേണ്ട, കുറച്ചുകൂടെ താഴോട്ട് വരാം, കുടുംബത്തിലേക്ക് വരാം. എന്താ കുടുംബം ചിഹ്ന ഭിന്നമാവുന്നേ? കുടുംബത്തിൻ്റെ നേതൃത്വത്തിലിരിക്കുന്നവർ. ഭാര്യ ഭർത്താവിനെ മനസ്സിലാക്കാൻ പരാജയപ്പെടുന്നു, ഭർത്താവ് ഭാര്യയെ മനസ്സിലാക്കാൻ പരാജയപ്പെടുന്നു, അപ്പൻ മക്കളെയും അമ്മയും മനസ്സിലാക്കാൻ പരാജയപ്പെടുന്നു. എനിക്ക് എൻ്റെ വഴി, നിങ്ങൾക്ക് നിൻ്റെ വഴി. ഞാനിങ്ങനെ ചെയ്യുള്ളൂ, ഞാനിങ്ങനെ പോവുള്ളൂ. മനസ്സുണ്ടെങ്കിൽ നിന്നാ മതി, മനസ്സുണ്ടെങ്കിൽ അല്ലെ നീ നിൻ്റെ പാട് നോക്കി പോക്കോ. ഡൈവേഴ്സ് വേണോ? ഡൈവേഴ്സ്. എത്രയോ കുടുംബങ്ങൾ തകർന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? നമ്മൾ മനസ്സിലാക്കാൻ പരാജയപ്പെട്ടെന്നുള്ളത്. ഒരാവശ്യമെന്ന് പറയുമ്പോൾ, ഒരു വിഷയമെന്ന് പറയുമ്പോൾ, ഒരു കാര്യമെന്ന് പറയുമ്പോൾ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദം. അവരെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, ചുക്കാൻ പിടിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും, സ്റ്റിയറിങ് പിടിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും, ഓടിക്കാൻ പാടാ. ഞങ്ങൾക്ക് പണ്ടൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു, റപ്പായിട്ടൊന്നും ഉണ്ട്, നിങ്ങൾക്ക് ചിലർക്ക് അറിയായിരിക്കും. നല്ല എക്സ്പേർട്ട് ഡ്രൈവർ ആവുള്ളൂ, എക്സ്പേർട്ട് ഡ്രൈവർ. അപ്പോൾ ചിലപ്പോൾ കൂടെ ഇരിക്കുന്ന ആൾക്ക് ഡ്രൈവിംഗ് ഒന്നും അറിയത്തില്ലെങ്കിലും ഈ ചിലർക്ക് ഡ്രൈവിംഗ് അറിയില്ലെങ്കിലും പറഞ്ഞു കൊടുക്കാൻ അറിയാം. ഏതാ അതിൻ്റെ അപ്പ അവരെ ഇരുത്തി വണ്ടി ഓടിക്കാനാ ഭയങ്കര പാട്. ഒരു ദിവസം ഇയാളെന്ത് ചെയ്തു, വണ്ടി നിർത്തിച്ച് പറഞ്ഞു, എന്നാ ആൻറ്റി ഓടിച്ചോളാൻ പറഞ്ഞു. ഇത്രയും അറിയാമെങ്കിൽ പിന്നെ എന്ത് ചെയ്തോ? പിന്നെ എൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയാം, വണ്ടി കയറിയ ഇടിക്കുന്നെങ്കിൽ ഇടിച്ചോട്ടെ, ചാവുന്നെങ്കിൽ ചാവാന്നുള്ള മെൻറ്റാലിറ്റില്ല. ഞാൻ കയറിയിരിക്കുക, ഒരഭിപ്രായം ഞാൻ പറയാൻ പോകത്തില്ല. കാരണം എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞോളൂ, യാതൊരു അർത്ഥമില്ല. ഇനിയും പോയി ഇടിക്കുകയെന്നോ, അവൻ്റെ കൂടെ ഞാനും എന്ത് ചെയ്യുക? കർത്താവിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞ പോലെ അവനോട് കൂടെ നമുക്ക് ചാവേണ്ടതിന്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ട്രസ്റ്റ്. അതാണ് എന്താ പറയുന്നത്, ട്രസ്റ്റ് എന്ന് പറയുന്നത്. നീ ആരെ? യു ഹാവ് ടു ട്രസ്റ്റ് യുവർ ഹസ്ബൻഡ്. ഭർത്താവിനെ വിശ്വസിക്കണം. ഒരു ട്രസ്റ്റ് യുവർ വൈഫ്. ഭർത്താവ് വരുമ്പോഴത്തേനും മൊബൈലൊന്നും എടുത്ത് നോക്കരുത്, എവിടേക്കാണ് വിളിച്ചത്, ആരെയൊക്കെയാണ് വിളിച്ചതെന്ന്. അങ്ങനത്തെ പെണ്ണുങ്ങളുണ്ട്. നേരെ തിരിച്ചും, അവൾ കുളിക്കാൻ തുടങ്ങുമ്പോൾ അവൾ അതിനേക്കാൾ പിടിക്കുക. അവൾ ഹിസ്റ്ററിയും പോലും എന്ത് ചെയ്തിട്ടുള്ളൂ, ഡിലീറ്റ് ചെയ്തിട്ട്. ഇനി എന്താ ഈ അടുത്ത ഞാൻ പറഞ്ഞു, എടാ ഒരു കാരണവശാലും ഹിസ്റ്ററി കണ്ടുപിടിക്കാത്ത രീതിയിൽ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യാൻ പറ്റും അത്രേ. അങ്ങനെയുള്ളത് ഇതിനകത്ത്. അതും കൂടെ കളഞ്ഞിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, അവൾ കുളിക്കാൻ കയറത്തുള്ളൂ. അവൾ അതിനേക്കാൾ പിടിക്കുകയല്ലേ. കാരണം ഇയാളുടെ സ്വഭാവം ചോദിച്ചാൽ അറിയാമേ. ഞാനൊക്കെ പറഞ്ഞു തരുന്ന ഒരു കാര്യം, ട്രസ്റ്റ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് വളരെ, അത് സഭയാണെങ്കിൽ പാസ്റ്റർമാരെ ട്രസ്റ്റ് ചെയ്യണം, വിശ്വാസികളെ ട്രസ്റ്റ് ചെയ്യണം, കൂട്ടുവേലക്കാരെ ട്രസ്റ്റ് ചെയ്യണം, മക്കളെ ട്രസ്റ്റ് ചെയ്യണം. ഇനി നിങ്ങളിങ്ങനെ എപ്പോഴും പരിശോധിക്കണം, ഞാൻ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ വാശി കൂടത്തേ ഉള്ളൂ എന്നൊന്ന് കണ്ടുപിടിക്കട്ടെ. അപ്പോൾ അതിൻ്റെ കള്ളത്തരം അടുത്ത് എന്ത് ചെയ്യാൻ പറ്റും? നീ അത്രയും അപ്ഗ്രേഡഡ് ആയിട്ടില്ല നിൻ്റെ ടെക്നോളജി. അപ്പോൾ അതിനെ കള്ളത്തരം നോക്കാൻ നോക്കും. അപ്പോൾ പിന്നെ അതിൻ്റെ അപ്പുറം കള്ളത്തരം നോക്കാൻ പോകും. ഇതിങ്ങനെ ഇങ്ങനെ 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 എന്ത് അറിയാമോ, ഒരു പെരുങ്കള്ളനെ നീ നിൻ്റെ വീട്ടിൽ തന്നെ എന്ത് ചെയ്യും, സൃഷ്ടിക്കും. ഇതേ മെൻറ്റാലിറ്റിയോടായിരിക്കും പിന്നെ ആ കുട്ടി കുടുംബജീവിതത്തിലേക്ക് പോകുന്നത്. വിൽ നെവർ ട്രസ്റ്റ് ഹസ്ബൻഡ്. ഭർത്താവിനെ ട്രസ്റ്റ് ചെയ്യില്ല,
കാരണം അമ്മ അപ്പനെ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, ട്രസ്റ്റ് ചെയ്തിട്ടില്ല. അത് ഭയങ്കര പരാജയത്തിലേക്ക്. അപ്പം ഞാൻ പറഞ്ഞു തന്നതിൻ്റെ അർത്ഥം മുഴുവൻ ഒരു ലീഡർഷിപ്പിൽ നിങ്ങളായിരിക്കുമ്പോൾ, ഞാനൊരു കാര്യം പറയാം, ചുക്കാൻ പിടിക്കാൻ എല്ലാവരെയും കൊണ്ടും കഴിയും. ഏതാ? ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് സ്റ്റിയറിംഗ് പിടിക്കാൻ എല്ലാവരെയും കൊണ്ടും കഴിയും. ഓടിക്കാനാണ് ആർക്കേണ്ടത്. അതെങ്ങനെങ്കിലും ഓടിച്ചാൽ പോരാല്ലോ. ഞങ്ങൾക്ക് പണ്ടൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു, ആകെ 2 ആഴ്ച നിന്നുള്ള പുള്ളി. എന്നും ആക്സിഡൻ്റാണ് പുള്ളി വണ്ടി എടുത്താൽ. ഒരു ദിവസം വണ്ടി കയറ്റിയിട്ട് ചെടിച്ചട്ടിയുടെ മുകളിൽ കൂടെ എന്നിട്ട് വിളി, എന്തുകൊണ്ടത്? അത് ചെടിച്ചട്ടി അത് മാറണ്ടേന്ന്. ഏത് മാറണ്ടേന്ന്? ചെടിച്ചട്ടി മാറണ്ടേന്ന്. ഞാൻ പറഞ്ഞു, പൊന്നു മോനെ നിർത്തിക്കോ, സന്തോഷം. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ. ലീഡർഷിപ്പിൽ ഇരിക്കുക എന്ന് പറയുന്ന ഒരു റിസ്ക്കിയാണ്. ചിലപ്പം ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. നമുക്ക് നോക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചുക്കാൻ പിടിക്കാൻ എല്ലാവരെയും കൊണ്ടും കഴിയും. ഫോട്ടോ എടുക്കാനൊക്കെയാണെങ്കിൽ അവിടെ ഒരു നല്ല ഫോട്ടോ ചിരിച്ച് എന്ത് ചെയ്യാം, ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നമുക്ക് ഇരുന്ന് കൊടുക്കാൻ സീറ്റില്ല. ഓടിക്കാൻ പറ്റുമോ? അവിടെ പ്രശ്നം കിടക്കുന്ന മുഴുവൻ. നോക്കാം, നമുക്ക് ഈ നിയമത്തിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് നമ്മൾ ഏറ്റവും ഉദാഹരണമായിട്ട് എടുത്തത് നാവിക നിയമത്തിൻ്റെ ഏറ്റവും എന്ന് പറഞ്ഞാൽ, ചുക്കാൻ പിടിക്കാൻ ആർക്കും കഴിയും, കപ്പലോടിക്കാൻ ഒരു സമർത്ഥനായ നാവികനെ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ, ഇതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണം നെഹമ്യാവിൻ്റെ ജീവിതമാണ് നമ്മൾ എടുത്തത്. നെഹമ്യാവ് ഏറ്റെടുത്ത ഒരു ദൗത്യം എന്ന് പറയുന്നത് ഒരു ഭയങ്കര റിസ്കി ദൗത്യമാണ് ഏറ്റെടുക്കുന്നത്. കാരണം അന്യരാജ്യത്ത് കിടക്കുന്ന ഒരു സ്ഥലം, ആരാണോ ആ രാജ്യത്തെ ആ കോലത്തിലാക്കിയത്, അവരുടെ രാജ്യത്തിലാണ് ഇപ്പം ആര് ജോലി ചെയ്യുന്നത്? നെഹമ്യാവ് ജോലി ചെയ്യുന്നത്. മനസ്സിലാക്കണം കേട്ടോ. ഇവരാ പോയി അതിനെ എന്ത് ചെയ്യുന്നത്? ഈ തീ കൊണ്ട് വെന്തും ചുട്ടുമൊക്കെ ഇട്ടേക്കുന്നത്. ആ രാജ്യത്താണ് നെഹമ്യാവ് എന്ത് ചെയ്യുന്നത്? നല്ലൊരു ജോലി വഹിക്കുന്നത്. അപ്പോഴാണ് ഒരു ദിവസം കേൾക്കുന്നത്, യെരൂശലേം ഇങ്ങനെ ശൂന്യമാക്കി കിടക്കുകയാണ്. അതുകൊണ്ട് അത് കേട്ടപ്പോൾ, വൈ കാൻഡ് ഐ ഡു ഇറ്റ്? ദൈവം എന്നെ, അവിടാണ് ഞാൻ അടുത്തൊരു പോയിന്റിലേക്ക് വരാൻ പോകുന്നത്. ദൈവം എന്നെ ഈ ഒരു സ്ഥാനത്ത് ആക്കി വച്ചിരിക്കുന്നതിൻ്റെ പുറകിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഒരു ലീഡറിന്, ഒരു നേതാവിന് ആദ്യം ഉണ്ടായിരിക്കേണ്ട ബോധോദയം അല്ലെങ്കിൽ ബോധ്യം ഇതാണ്: ദൈവം എന്നെ ഈ സ്ഥാനത്ത് ആക്കി വെച്ചതിൻ്റെ പുറകിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. അപ്പം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിക്കാൻ പോകുന്ന ദൗത്യം നമുക്ക് നന്നായി ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ബോധ്യം വേണം. ഏതൊരു ബോധ്യം? ദൈവം എന്നെ ഈ സ്ഥാനത്ത് ആക്കി വച്ചിരിക്കുന്നതിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഇനി അത് കണ്ടെത്തുക എന്നുള്ളതാണ് സ്റ്റെപ്പ് നമ്പർ 2. രണ്ടാമത്തെ ഭാഗം എന്തുവാ? എന്താണ് ആ ഉദ്ദേശം? ദൈവം എന്തിനാണ് എന്നെ ഈ അന്യരാജ്യത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ശത്രുക്കളായിരുന്ന ഈ രാജ്യത്തിൽ, ഞങ്ങളെ നശിപ്പിച്ച ഈ രാജ്യത്തിൽ അവരുടെ കണ്ണിന് എന്നോട് ദയ തോന്നുമാറാക്കിയിട്ട് എന്നെ ഈ സ്ഥാനത്ത് ദൈവം ഇരുത്തിയത് എന്തിനാ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനാ ദൈവം എനിക്ക് ഇത്രയും വിദ്യാഭ്യാസം തന്നേ? എന്തിനാ ദൈവം എനിക്ക് ഇത്രയും സാമ്പത്തിക നന്മകൾ തന്നേ? ദൈവം എന്തിനാ എനിക്ക് ഇത്രയും കഴിവുകൾ തന്നേ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ അതേ പ്രായമുള്ള അല്ലെങ്കിൽ നമ്മുടെ ഏതോ ഉള്ള ആ കൊച്ചിന് വന്ന ഗതികേട് നമുക്കും വരാമായിരുന്നല്ലോ. ആ കൊച്ചങ്ങനെ ജനിച്ചു പോയത് കൈയില്ലാത്തവനായിട്ട്, കാലില്ലാത്തവനായിട്ട്, അല്ലെങ്കിൽ കേൾക്കാൻ കഴിവില്ലാത്തവനായിട്ട്, അല്ലെങ്കിൽ മന്ദബുദ്ധിയായിട്ട്. ഇത് നമുക്ക് സംഭവിക്കാമായിരുന്നു. ഇത് നമ്മുടെയും ജീവിതത്തിൽ എന്ത് ചെയ്യാമായിരുന്നു? സംഭവിക്കാമായിരുന്നു. അപ്പൊ ദൈവം എന്തിനാ എൻ്റെ ശരീരാവയവങ്ങൾക്കൊന്നും ഒരു കേടില്ലാതെ എനിക്ക് നല്ല സുബോധം തന്ന ഇത്ര ഒരു നല്ല ഒരു സാഹചര്യത്തിൽ ഞാൻ ജനിക്കുവാൻ, വളരുവാൻ ദൈവം എന്തിനാ എന്നെ അനുവദിച്ച്? അതെപ്പോഴെങ്കിലും നമ്മളും ചിന്തിക്കണം.
ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. 2 കൈക്കും 2 കാലിനും ഒരു കുഴപ്പമില്ലാതെ ദൈവം നമ്മളെ സൃഷ്ടിച്ച് ഈ ആരോഗ്യത്തോടെ ജീവിക്കാൻ അനുവദിച്ചെങ്കിൽ കാലില്ലാത്ത ഒരാൾക്കെങ്കിലും നിന്റെ കാല് കൊടുക്കാനല്ല പറഞ്ഞേ, അയാളെ ഒന്ന് നടക്കാനെങ്കിലും നീ എന്ത് ചെയ്യണം? ഒന്ന് സഹായിക്കണം. സ്വയം എഴുന്നേൽക്കാൻ കഴിയാത്ത ഒരാളുണ്ടെങ്കിൽ നിന്റെ കൈ കൊടുത്ത് അദ്ദേഹത്തെ ഒന്ന് എന്ത് ചെയ്യേ? എഴുന്നേൽപ്പിക്കുകയെങ്കിലും വേണം. 2 കണ്ണിനും ദൈവം നിനക്ക് കാഴ്ച തന്നപ്പോൾ കാഴ്ചയില്ലാത്തൊരു മനുഷ്യൻ റോഡിൻ്റെ ഒരു അറ്റത്ത് നിൽക്കുക, ഈ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുന്നെങ്കിൽ നീ അവൻ്റെ കൈക്ക് പിടിച്ച് ആ റോഡൊന്ന് ക്രോസ് ചെയ്യാൻ സഹായിക്കുക. നിനക്കിഷ്ടം പോലെ വസ്ത്രം ദൈവം തന്നെങ്കിൽ അതിലൊരു വസ്ത്രം ഇല്ലാത്ത ഒരാൾക്ക് കൊടുക്കുക. അപ്പം എന്തിനാ ദൈവം ഇതൊക്കെ നമ്മുടെ തന്നേക്കുന്നത്? അവിടെ നമ്മുടെ ദൗത്യം ആരംഭിക്കുന്നത്. അങ്ങനെ നെഹമ്യാവ് രാജകൊട്ടാരത്തിൽ രാജാവിൻ്റെ പാനപാത്രവാഹകനായിട്ട് ജീവിക്കുന്ന കാലത്താണ് യെരുശലേമിൽ നിന്ന് ചില ആളുകൾ എന്ത് ചെയ്യുന്നു? രാജകൊട്ടാരത്തിൽ വരിക. അന്നവരോട് ചോദിച്ചു, നമ്മളൊക്കെയാണെന്ന് വെച്ചാൽ എനിക്കറിയാം, ഇതെനിക്ക് ഒത്തിരി അനുഭവമുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇനി ഒരു മലയാളി വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്നൊരു നല്ല ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നെങ്കിൽ അവൻ മലയാളി വേറൊരു മലയാളിയെ കണ്ട അവൻ മലയാളിയാന്ന് പോലും നടിക്കത്തില്ല. നെവർ. അത് നമ്മൾ തമിഴിനെ കണ്ടുപിടിക്കണം. ഒരു കാരണവശാലും. കാരണം അവരിയ്ക്കുന്ന ഒരു ഉന്നത സ്ഥാനത്തായിരിക്കും. എന്നാൽ നേരെ തിരിച്ച് അപൂർവം ചില സന്ദർഭങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എന്നാൽ ആണെങ്കിൽ പോലും അവൻ മലയാളിയാണെന്ന് എന്ത് ചെയ്യത്തില്ല? സംസാരിക്കത്തില്ല, വെളിപ്പെടുത്തില്ല. ഇവിടെ നോക്കുക, നെഹമ്യാവ് രാജാവിൻ്റെ പാനപാത്രവാഹകനായിട്ട് അതൊരു വലിയ പൊസിഷനാണ്, ഇരിക്കുകയാണ്. അപ്പോഴാണ് തൻ്റെ നാട്ടിൽ നിന്ന് 2 പേര് വന്നിരിക്കുന്നു എന്നൊരു വിഷയം കേട്ടപ്പോൾ നെഹമ്യാവ് ഇറങ്ങിച്ചെന്ന് അവരോട് ചോദിച്ചു, അല്ല, നമ്മുടെ അവിടെയുള്ള ജനമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? അവരുടെ അവസ്ഥ എന്നാ? ഞങ്ങളൊക്കെ പോരുമ്പോൾ യെരുശലേമിനെയൊക്കെ ശൂന്യമാക്കിയിട്ടാണ് അവർ കത്തിച്ച് നശിപ്പിച്ച് കളഞ്ഞത്. ഇപ്പം അവരുടെ അവസ്ഥ എന്നാ? ഞാനൊരു കാര്യം എപ്പോഴും ഞാൻ നിങ്ങളോട് പറയാം, when God rises to a position, ദൈവം നിങ്ങളൊരു ഉയർന്ന സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ നിൻ്റെ കൂടെ പിറന്നവരെ നീ മറന്നു പോകരുത്. നിൻ്റെ കൂടപ്പിറപ്പുകളെ നീ ഒരിക്കലും എന്ത് ചെയ്യരുത്? മറക്കരുത്. നിൻ്റെ സഭയെ നീ മറക്കരുത്. നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവദാസനെ നീ മറക്കരുത്. അദ്ദേഹം ഒരുപക്ഷെ ഇന്നും ആ പഴയ ദരിദ്രാവസ്ഥ തന്നെ ആയിരിക്കാം. പക്ഷെ നിനക്ക് വേണ്ടി എത്രയോ ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും കണ്ണുനീരൊഴുക്കുകയും ചെയ്തിട്ടാ നിന്നെ ദൈവം അല്ലേ ഓരോ വിഷയവും നീ വിളിച്ച് പറയാറുണ്ട്. പാസ്റ്ററെ പരീക്ഷ എഴുതാൻ പോവാ, പ്രാർത്ഥിക്കണം. പാസ്റ്ററെ ഇന്ന വിഷയമുണ്ട്, പ്രാർത്ഥിക്കണം. പാസ്റ്ററെ വിസ അപ്ലൈ ചെയ്യാൻ പോവാ, പ്രാർത്ഥിക്കണം. പാസ്റ്ററെ ഇതൊക്കെ എന്നെല്ലാം നീ പറയുമ്പോൾ ആ മനുഷ്യൻ ഊണും ഉറക്കവും കളഞ്ഞ് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നീയൊരു ഉയർച്ച പ്രാപിക്കുമ്പോൾ ഒരിക്കലും ആ ദൈവദാസനെ മറക്കരുത്. ദൈവദാസൻ എന്ന് ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അതൊരു പക്ഷേ നിൻ്റെ മാതാവായിരിക്കാം, നിൻ്റെ പിതാവായിരിക്കാം, നിൻ്റെ സഹോദരനായിരിക്കാം. എനിക്കറിയാം എത്രയോ കുടുംബങ്ങളിൽ മൂത്ത സഹോദരന്മാർക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാര്യം എന്നാ? ഇളയത്തുങ്ങൾ പഠിച്ചോട്ടേ എന്ന് വിചാരിച്ചിട്ട് അവരവരുടെ പഠനം നിർത്തി ജോലിക്ക് പോയ എത്രയോ വീടുകൾ എനിക്കറിയാം. വിവാഹം പോലും കഴിക്കാതെ നിന്ന് എത്രയോ എണ്ണത്തെ അറിയാം. എന്തുവാ? എൻ്റെ ഇളയത്തങ്ങൾ ഒരു കര പിടിച്ചോട്ടെ എന്ന്. ഇപ്പം ഇളയത്തങ്ങൾ കരയൊക്കെ പിടിച്ച് കഴിഞ്ഞപ്പോൾ മൂത്ത ചേച്ചി വലിയ വിലയില്ല. അതിനെ എന്തുവാ? ഒരു പുച്ഛഭാവത്തിലാണ്. പക്ഷെ നീ ഓർക്കണം, അവൾ അന്ന് വീട്ടുപണിക്ക് പോയില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവൾ അന്ന് തുണിക്കടയിൽ പോയില്ലായിരുന്നെങ്കിൽ, അവൾ അന്ന് ജീവിതത്തിൻ്റെ പലതും ത്യാഗം ചെയ്ത് നിനക്ക് വേണ്ടി നിന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് നീ ആണായിട്ട് അല്ലെങ്കിൽ ഇന്ന് നീ ഒരു പെണ്ണായിട്ട് ഇങ്ങനെ നടക്കത്തില്ലായിരുന്നു. ഒരിക്കലും മറക്കരുത്, ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ ജീവിതത്തിന് കൈപിടിച്ചുയർത്തിയ ഒരാളെ ഒരിക്കലും മറക്കരുത്. ഇവർ വന്നെന്നറിഞ്ഞ ഉടനെ നെഹമ്യാവ് ഇറങ്ങിച്ചെന്ന് ചോദിക്കുക. എന്താ ചോദിക്കുന്നേ? യെരുശലേമിൻ്റെ അവസ്ഥ എങ്ങനെ ഇരിക്കുന്നു? അവർ പറഞ്ഞു, അയ്യോ വളരെ കഷ്ടതയിലാണ്. അതിൻ്റെ മതിലൊക്കെ ആകെ മതിലൊക്കെ ചുട്ടുകളഞ്ഞിരിക്കുക. അതിൻ്റെ വാതിലുകളെല്ലാം വളരെ നിന്ദയിലും അപമാനത്തിലുമാണ് യെരുശലേമിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു. എനിക്ക് പലപ്പോഴും വൈരാഗ്യവും വിഷമവും തോന്നി ചില സന്ദർഭങ്ങൾ ഞാൻ പറയാം. നമ്മുടെ മലയാളികളൊക്കെ എത്രയോ ഉന്നത സ്ഥാനത്തിരിക്കണമെന്നറിയാമോ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ.
ഒരാൾ വിചാരിച്ചാൽ മതിയായിരുന്നു ഒരു 10 കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റാനായിട്ട്. ഒറ്റ ഒരാൾ. എനിക്കറിയാം, ഒരാൾ വിചാരിച്ചാൽ മതിയായിരുന്നു അവരുടെ സഭയിലെ 10 കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്തി കൊടുക്കാമായിരുന്നു, 10 കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാമായിരുന്നു, 10 കുഞ്ഞുങ്ങൾക്ക് വീട് വെച്ച് 10 കുഞ്ഞുങ്ങൾക്ക് നല്ല നിലയെത്തിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ എന്തു പറ്റി? അവരിവിടുന്ന് പോയോടുകൂടെ എല്ലാം മറന്നു. ഇത് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചതാണ്. നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം ഇതാണ്. എന്തിന് ദൈവം എന്നെ ഈ സ്ഥാനത്താക്കി എന്നുള്ളൊരു ബോധ്യം. അവൻ്റെ നാട്ടിൽ നിന്ന് ആൾ വന്നു എന്ന് കണ്ടപ്പോഴത്തേന് അവൻ എന്ത് ചെയ്യുക? ഓടി ഇറങ്ങി ചെല്ലുക. ചോദിച്ചു, എന്താണ് അവിടുത്തെ വിഷയം? അവർ പറഞ്ഞു, ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. അങ്ങനെ വേറെ ദിവസം പിന്നെ പറയുന്നത് എന്നാണെന്നറിയാമോ? അത് കേട്ട് അവൻ ദുഃഖിച്ച് ഏറെ നാളുകൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൊണ്ടിരുന്നു. ഇവനെന്നെ അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഇവനിവിടെ നല്ല രാജ്യത്ത് അല്ലേ, നല്ല ഉന്നതമായ നിലയിൽ നല്ലൊരു ജീവിത സാഹചര്യത്തിൽ അവൻ ജീവിക്കുന്നു. രാജാവിൻ്റെ പാനപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബിഗസ്റ്റ്, ഒരു നല്ലൊരു പൊസിഷനാണ്. പക്ഷെ ഈ വാർത്ത അവനെ തീരെ അസ്വസ്ഥനാക്കി. അവിടെ പറയുന്നത്, ഏറെ നാൾ ഞാൻ ദുഃഖിച്ചു, ഉപവസിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു. അവിടെ നമ്മുടെ അടുത്ത പോയിന്റിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഇതിലേക്ക് വന്നത്, ഹി ഐഡൻറ്റിഫൈഡ് ഹിസ്, അല്ലേ, താൻ കേട്ട വിഷയത്തോട് അവൻ എന്ത് ചെയ്തു? ഏകീഭവിച്ചു. ഒന്നായി അത് അവൻ്റെ വിഷയമായിട്ട് എനിക്ക് എങ്ങനെ അവരെ സഹായിക്കാൻ കഴിയും, എനിക്ക് എങ്ങനെ അവരെ, ഞാൻ ഈ പൊസിഷനിലിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ അവരെ രക്ഷപ്പെടുത്താൻ കഴിയും? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാനായിരിക്കുന്ന ഈ പൊസിഷനിൽ എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് അവരെ എങ്ങനെ സഹായിക്കാനായിട്ട് കഴിയും? അവരുടെ വിഷയം അവൻ്റെ വിഷയമായിട്ട് ഏറ്റെടുത്തു. രണ്ടാമത് എന്ന് പറഞ്ഞ് എടുത്ത് ചാടുകയല്ലായിരുന്നു ചെയ്തേ. അതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് ഇന്നലെ എഴുതിയത്. ഹി പ്രേഡ് അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് അവൻ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. ഒരു വിഷയം കേട്ടാൽ എടുത്ത് ചാടുകയൊന്നും ചെയ്യരുത്, ഒന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തോട്, കർത്താവേ, ദിസ് റിയലി ബോദേഴ്സ് മീ. ഇതെന്നെ ഒത്തിരി എന്ത് ചെയ്യുന്നു? അസ്വസ്ഥനാക്കുന്നു. ഈ വിഷയം എന്നെ ഒത്തിരി അസ്വസ്ഥനാക്കുന്നു. എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, എനിക്ക് ഭക്ഷിക്കാൻ കഴിയുന്നില്ല. ഇതെന്നെ ഒത്തിരി അസ്വസ്ഥനാക്കുന്നു. ഞാൻ എന്ത് ചെയ്യണം കർത്താവേ? ഞാനൊരു കാര്യം പറയാം, നമ്മുടെ പല മിനിസ്ട്രി ആരംഭിച്ചത് അങ്ങനെയുള്ള വിഷയങ്ങൾ വന്നപ്പോഴാണ്. ഏതാണ്ട് ഒരു 40 വർഷം മുമ്പ്, ഇല്ല 30 വർഷമായിട്ട് കാണുന്നുള്ളായിരിക്കും വേണമെങ്കിൽ, അത് 30 വർഷം മുമ്പ് നമ്മുടെ ഒരു പാസ്റ്റർ, ഒരു പാവപ്പെട്ട പാസ്റ്റർ, ദൈവം അവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച് അവർക്കൊരു കുഞ്ഞിനെ അവർക്ക് നൽകി കൊടുത്തു. രണ്ടാമതും ഭാര്യ ഗർഭിണിയായി. ഒരു ദിവസം പാസ്റ്ററിൻ്റെ എടുക്കുമെന്ന് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് എൻ്റെ ഈ മാസം സപ്പോർട്ട് എനിക്ക് നേരത്തെ തരാമോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്തിനാ? ഞാൻ അറിയാത്ത എന്തോ ഒരു ചിലവ് ഇപ്പം നിനക്ക് വന്നേക്കുന്നത്, എന്തിനാ ഞാൻ ചോദിച്ചു. പുള്ളി പറഞ്ഞു, അത് എനിക്ക് പാസ്റ്ററോട് പറയാൻ പറ്റത്തില്ല, എൻ്റെ പേഴ്സണൽ കാര്യമാണ്. ഞാൻ പേഴ്സണലാണെന്ന് പറഞ്ഞാൽ സാധാരണ കേസിൽ ഞാൻ എന്ത് ചെയ്യത്തില്ല, ഞാൻ പ്രസ് ചെയ്യത്തില്ല, നോർമലി അത് ഞാൻ പ്രസ് ചെയ്തു. പക്ഷെ എന്തോ ഈ വിഷയത്തോട് ഞാൻ പറഞ്ഞു, നീ എന്തോ കാര്യം എന്ന് പറ. ശരിയാണ്, നിനക്ക് ഞാൻ തരേണ്ട സപ്പോർട്ടാണ്, അടുത്ത മാസം നിനക്ക് തരണം, പക്ഷെ എന്തോ വിഷയം എന്ന് പറ. അവള് പറഞ്ഞു, അത് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അവൻ എന്താ ഞാൻ തരില്ല എന്നും പറഞ്ഞു. നിനക്ക് എന്നോട് നിൻ്റെ വിഷയം പറയാൻ പറ്റില്ലെങ്കിൽ നിനക്ക് അപ്പനില്ല അമ്മയില്ല, നീ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് കർത്താവിനെ സ്നേഹിച്ച് വന്ന ഒരു പയ്യനാ, എനിക്കറിയാം, ഇവിടെ പഠിപ്പിച്ചതാ, എത്രയും ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞു. അവസാനം ഞാൻ നിർബന്ധിച്ചവൻ പറഞ്ഞു, പക്ഷേ എൻ്റെ വൈഫ് പിന്നെയും പ്രഗ്നൻ്റായി, എനിക്ക് ഇനി ഒരു കൊച്ചിനെയും കൂടെ എനിക്ക് വളർത്താനായിട്ട് പറ്റില്ല, എൻ്റെ ഈ സാഹചര്യം എനിക്ക് പറ്റില്ല, അതുകൊണ്ട് ഞാൻ അതിനെ അബോർട്ട് ചെയ്യാൻ പോവുകയാണ്, അതിനെ അബോർഷനായിട്ട് ഞാൻ പോവുകയാണ്. അതെനിക്കൊരു ഭയങ്കര ഷോക്കിംഗ് ന്യൂസായിരുന്നു. കാരണം എൻ്റെ അമ്മ 9 പ്രസവിച്ചതാണ്, ഒരെണ്ണത്തെ പോലും അവർ അബോർഷൻ ചെയ്യാന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനൊന്നും കാണത്തില്ലായിരുന്നു. 4 മതി എന്ന് പറഞ്ഞാൽ 5ാമത്തെ ആയിപ്പോയി, ഞാൻ കാണത്തില്ലായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് തന്നെ എനിക്ക് വാസ്തവത്തിൽ തലയുറ്റാന്നൊക്കെ പറയില്ലേ, അത് റിയലി എന്നെ അത് ഷോക്ക് ചെയ്തു. ഞാൻ വിചാരിച്ചു, എൻ്റെ ദൈവം തമ്പുരാനെ, എൻ്റെ കൂടെ ഉള്ളൊരു ദൈവദാസൻ, ഞാൻ പഠിപ്പിച്ചൊരു ദൈവദാസൻ ഇങ്ങനൊരു പ്രശ്നത്തിൽ ഇങ്ങനെ ചെയ്യാൻ പോവുകയാണോ?
എനിക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല, എനിക്കത് ഉൾക്കൊള്ളാൻ പോലും കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു, പാസ്റ്റർ എന്തായാലും ഇപ്പം പൊക്കോ, എൻ്റെ എനിക്ക് ഇപ്പം തരാൻ പോയി. പാസ്റ്റർ എന്തായാലും ഇപ്പം പൊക്കോ, നാളെ വാ. കാരണം എനിക്കെന്തോ പറയണ്ടേന്ന് അറിയത്തില്ല. എന്നെ അങ്ങ് ആകെ. ഞാൻ അന്ന് രാത്രി ദിവസം തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, വാട്ട് ആം ഐ ഹിയറിങ്? എനിക്കതുവരെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഏതാ എബോർഷൻ എന്നുള്ളൊരു പദം സംഗതി നടക്കണ്ടെന്നറിയാമെങ്കിലും എനിക്കതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ രാത്രി പതുക്കെ ഒന്ന് ഇതിനെക്കുറിച്ചൊരു റിസർച്ച് നടത്തി. ഇന്ത്യയിൽ എത്ര എബോർഷൻ നടക്കുന്നുണ്ടെന്ന്. ലീഗലായിട്ട് നടക്കുന്നതും ഇല്ലീഗലായിട്ട് നടക്കുന്നതുകൊണ്ട് ഇഷ്ടം പോലെ. വായിച്ച കണക്ക് കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത നമ്പറാണ്. അത് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ നോക്കി, ഓരോ ദിവസവും ഏതാണ്ട് ഓരോ നേഷൻസ്, ഒരു രാജ്യത്തിലുള്ള ജനസംഖ്യയുടെ അത്രയും കുഞ്ഞുങ്ങളെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, എബോർട്ട് ചെയ്യുന്നത്. എന്തുവാ ഇത്? എന്ന് വെച്ചാൽ കർത്താവ്, ഞാൻ എന്തോ ഈ മനുഷ്യനോട് പറയാ? ദൈവത്തിൻ്റെ ആത്മാവിനോടൊരു എനിക്ക് ഒരു കാര്യം എന്നോട് പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യേ, പുറപ്പാട് പുസ്തകം എടുത്ത് വായിക്കാൻ പറഞ്ഞു. എടുത്ത് വായിച്ചപ്പോൾ മോശെ അതിൻ്റെ മാതാപിതാക്കളൊരു ഇതിനകത്തൊക്കെ ആക്കി ഞാങ്ങണ പെട്ടിയിലാക്കി വാസ്വതിയാൻ നൈൽ നദിയിൽ എറിഞ്ഞു കളഞ്ഞത് അതിനെ കൊല്ലാൻ പോവാൻ. ഇനി വിട്ട് കളഞ്ഞിരിക്കുക, അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലാതെ വൈകുന്നേരം എടുത്തുകൊണ്ട് പോരാന്നുള്ള ധാരണയിലൊന്നുമല്ല അവിടെ കൊണ്ടുവച്ചേക്കുന്നത്. അത് പോവുക, ഇനി കുഞ്ഞിനെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുകയാണെന്നുള്ള ബോധ്യത്തിലാണ്. പക്ഷെ ആ കുഞ്ഞിനെയാണ് ഫറവോൻ്റെ പുത്രിയുടെ മകൾ വന്ന് രക്ഷിച്ച് അമ്മയ്ക്ക് തിരിച്ചു കൊടുത്ത് ആ കുഞ്ഞിനെ വളർത്താൻ ആവശ്യമായ എല്ലാം എന്ത് ചെയ്തു, കൊട്ടാരത്തിൽ നിന്ന് കൊടുക്കുക. നീ പറഞ്ഞു, നീ അത് ചെയ്യാൻ പറഞ്ഞു, ഈ കുഞ്ഞിനെ നീ അഡോപ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. അവർ തന്നെ വളർത്തിക്കോട്ടെ, പക്ഷെ ആ കുഞ്ഞിനെ വളർത്താൻ ആവശ്യമുള്ളതെല്ലാം നീ എന്ത് ചെയ്യുക. ഞാൻ പിറ്റേന്ന് പാസ്റ്ററിനോട് പറഞ്ഞു, പാസ്റ്റർ ഡെലിവറിയുടെ സകല എക്സ്പെൻസസും ഞാൻ മീറ്റ് ചെയ്യും. ഇന്ന് മുതൽ സകല എക്സ്പെൻസസും ഞാനായിരിക്കും എടുക്കുന്നത്. ഈ കുഞ്ഞിനെ നിങ്ങൾ വളർത്തണം, അതിന് വേണ്ട സകല ചെലവും ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ വളർത്താൻ തയ്യാറാകും. പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. കാരണം എനിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് പാസ്റ്റർ ഞാനിത് വേണ്ടത്. ഞാൻ പറഞ്ഞു, ശരി ഇന്നുണ്ട്. അങ്ങനെയാണ് അഡോപ്റ്റ് എ ചൈൽഡ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമ്മൾ ആരംഭിച്ചത്. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ ആ പ്രോഗ്രാമിലൂടെ രക്ഷിക്കാൻ ദൈവം കൃപ തന്നു. അന്ന് യേശുവിൻ്റെ സഹോദരിമാരെന്നുകൊണ്ട് നമുക്കൊരു ഗ്രൂപ്പുണ്ട്. ഇവിടുന്ന് ഒരു വിസിറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ അവർ അറിഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ നമ്മൾ അഡോപ്റ്റ് ചെയ്യാമായിരുന്നു. ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, ബന്ധുക്കോസുകാർ എന്നല്ല, എത്രയോ കുഞ്ഞുങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ ദൈവം സഹായം. അങ്ങനെയാണ് നമ്മൾ അഡോപ്റ്റ് ചൈൽഡ് എന്നുള്ളൊരു പ്രോഗ്രാം നമ്മൾ ഏറ്റെടുത്ത്. ഇന്നും അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പ്രതിസന്ധി പോകുന്നെങ്കിൽ പ്ലീസ് ടെൽ മീ, വി ആർ റെഡി ടു ഹെൽപ്പ് യു. ഒരു വിഷയം കേൾക്കുമ്പോൾ, ഈ കഴിഞ്ഞ ദിവസം ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു പാർട്ടി എന്നോടൊരു ഒരു സംഭവം എന്നോട് ഒരു കാര്യം എന്നോട് പറഞ്ഞു. അവൾ മൂന്നാമതും ഗർഭിണിയായപ്പോൾ വീട്ടുകാർ മുഴുവൻ എതിർത്തു. പറ്റത്തില്ലെന്ന് പറഞ്ഞു, പറ്റില്ല എന്ന് പറഞ്ഞു. ഇനി ഏത് അമ്മയുടെ വീട്ടുകാർ, ഭർത്താവിൻ്റെ വീട്ടുകാർ പറഞ്ഞു ഇനിയൊരു കുഞ്ഞിനെ ഇവിടെ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, ഇത് നമ്മളാരും പ്ലാൻ ചെയ്തുണ്ടായ കുഞ്ഞല്ല, അതുകൊണ്ട് ഇത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളാരെതിർത്താലും ഞാൻ ഈ കുഞ്ഞിനെ വളർത്തുന്നു. വിവാഹിതയാണ് കേട്ടോ, കുടുംബം പെന്തിക്കോസ് കുടുംബമാണ് ഞാൻ ഈ പറയണത് കേട്ടോ. ഓരോ ആഴ്ചകൾ കഴിഞ്ഞ് 100 ആഴ്ചകൾ ഓരോ പ്രാവശ്യം ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, ഈ കുഞ്ഞിനെ നീ വളരാൻ നീ ശ്രമിക്കരുത്, ഇതൊരു അംഗവൈകല്യമുള്ളൊരു കുഞ്ഞായിട്ടായിരിക്കും വളർന്നു വരുന്നത്, അത് നിനക്ക് എന്നൊരു തലവേദനയായിരിക്കും, ഇതിൻ്റെ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ടായിരിക്കും. പുള്ളിക്കാരി പറഞ്ഞു, എന്തായാലും ദൈവമായിട്ട് കളയുന്നെങ്കിൽ എന്ത് ചെയ്തോട്ടെ, കളഞ്ഞോട്ടെ, ഞാൻ അതിനെ കളയത്തില്ല. ആ 9 മാസം ആ കൊച്ചെന്നോട് പറഞ്ഞ്, എൻ്റെ പാസ്റ്റർ ഞാൻ നരകത്തിൽ കിടന്ന അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിലുണ്ടായത്. വീട്ടിൽ നിന്ന് അംഗീകാരമില്ല, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പക്ഷെ ഭർത്താവ് എതിരല്ലായിരുന്നു, അംഗീകാരമില്ല. ഞാൻ നരകത്തിൽ കിടന്ന പോലെ ഞാൻ എൻ്റെ ഈ കുഞ്ഞിൻ്റെ ഗർഭാവസ്ഥ ഞാൻ കഴിച്ചു കൂട്ടിയത്. പ്രസവിച്ചു, അനുഗ്രഹിക്കപ്പെട്ട ഒരു ആൺകുഞ്ഞ്, യാതൊരു കുഴപ്പമില്ല. ഇപ്പം ആ കുഞ്ഞിന് 2 വയസ്സങ്ങണ്ടായി. അവൻ്റെ ചിരി കണ്ട അവൻ്റെ ചിരി വീഴാത്ത ആരുമില്ല, അത്ര നല്ലൊരു കുഞ്ഞ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, when an issue comes, ഒരു പ്രശ്നം വരുമ്പോൾ
ഗോ ടു ദ പ്രസൻസ്. ദൈവത്തിൻ്റെ സന്നിധിച്ചല്ലേ. അപ്പോൾ ഇവള് പറഞ്ഞു, പക്ഷേ ആ സമയത്ത് എനിക്ക് ഇവിടെ വരാനോ എനിക്ക് പറ്റാത്തൊരു സാഹചര്യമായിരുന്നു എൻ്റെ. അതുകൊണ്ട് ഞാൻ അടുത്തുള്ളൊരു സഭയിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയി. ഞാൻ അവിടെ ഉണ്ടെന്നോ ഞാൻ ഇന്ന വിഷയം കൊണ്ട് അവിടെ വന്നേക്കുന്നതെന്ന് അവിടെ ആരും അറിയത്തില്ല. കാരണം ഏതാണ്ട് 2 മാസം പ്രഗ്നൻ്റ് ആയിട്ടുള്ള, അപ്പോൾ ആർക്കും അങ്ങ് പുറത്തൊന്നും അറിയത്തില്ല. അവിടെ നിന്ന് ദൈവദാസൻ ഞാൻ പ്രാർത്ഥനയ്ക്ക് മുഴങ്കാലെഴുതി 2 മിനിറ്റ് കഴിഞ്ഞ ഉടനെ എൻ്റെ തലയൊക്കെ വെച്ച് പറഞ്ഞു, ദൈവം തന്ന ദാനത്തെ ചവിട്ടുകൊറ്റയിൽ നിന്ന് എറിഞ്ഞിടരുതെന്ന് പറഞ്ഞു. എന്തോ പറഞ്ഞ ദൂതെന്തോന്ന് പുള്ളിക്കും അറിയത്തില്ല, ഇതിനെക്കുറിച്ചാണെന്ന് അറിയത്തില്ല. പ്രശ്നം സഹിക്കാൻ മേലാതെ ഇതിനെ അബോർട്ട് ചെയ്യാനായിട്ട് മനസ്സോടങ്ങ് സമ്മതിച്ചിട്ടാ ദൈവം എന്നോട് എന്ത് പറയുന്നു എന്നറിയാൻ വേണ്ടി അന്ന് പ്രാർത്ഥനയ്ക്ക് പോന്നേ. വന്ന ദൈവദാസന് ആദ്യമായിട്ടാ സഭയെ പോകുന്നത് തന്നെ. വന്ന ദൈവദാസന് ഉടനെ വന്ന് തലയിലേക്ക് വെച്ച് പറഞ്ഞ്, ദൈവം നിനക്ക് തന്ന ദാനത്തെ നീ ചവിട്ടുകൊട്ടയിൽ ഇത് എറിഞ്ഞു കളയരുതെന്ന് പറഞ്ഞു. ദൂതെന്തുവാന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായി, പറഞ്ഞ ആൾക്കറിയത്തില്ല. കേട്ടവർ വിചാരിച്ചു കൊടുത്ത വല്ല കൃപാവരങ്ങളോ വല്ലതും ആയിരിക്കും ഈ പറയുന്നതെന്നൊന്ന്. അന്ന് തീരുമാനമെടുത്തു, എന്ത് കാരണവശാലും. ഞാൻ പറഞ്ഞു എന്നതിൻ്റെ എല്ലാ അർത്ഥം, ഒരു പ്രശ്നം വരുമ്പോൾ, സകലനും പ്രതികൂലമാകുമ്പോൾ, സമ്മർദ്ദങ്ങൾ ഏറി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ഗോ ടു ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സന്നിധിച്ചല്ലേ, അവൻ നിന്നോട് സംസാരിക്കും. ആരും അറിയാത്ത വ്യക്തികളോട് നിന്നോട് സംസാരിക്കും. ഒരിക്കലും നിനക്ക് പരിചയമില്ലാത്ത വ്യക്തികളോട് നിനക്ക് സംസാരിക്കും. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യരുത്, വേറൊരു വഴിയിലേക്ക് പോകരുത്. നെഹമ്യാവ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ ആകെ അസ്വസ്ഥനായിട്ട് അവന് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെന്നു, ഉപവസിച്ചു. അവിടെ പറയുന്നത് ഏറിയ നാൾ അവൻ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു എന്നാണ് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അതിന് തൊട്ട് മുമ്പ് ഇന്നുകൂടെ വായിച്ചേ. ഈ വർത്തമാനം കേട്ടപ്പോഴാ ഞാൻ ഇരുന്ന് കരഞ്ഞു. നെഹമ്യാവേ, നീ എന്തിനാ ഈ കരയുന്നേ? ഞാനിരുന്ന് കരഞ്ഞു. കുറേ നാൾ ദുഃഖിച്ചു, ഉപവസിച്ചു സ്വർഗത്തില്. അപ്പൊ ഇത് ഈ മതിൽ പണി എന്നുള്ള ഈ ദൗത്യം ഇവൻ ഏറ്റെടുക്കുന്നത് ഒരു എടുത്തുചാട്ടത്തിലായിരുന്നില്ല. ആരണ്ടല്ലോ പറഞ്ഞു അവിടെ മതിൽ നമുക്ക് പോയി എല്ലാം കൂടെ ഒന്നും എടുത്ത് ചാടിയൊന്നുമില്ല. ഏറിയ നാൾ ഉപവസിച്ചു, ഏറിയ നാൾ അവനെ ബോധർ ചെയ്തു. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ദൈവം ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങളോട് പറയുകയോ സംസാരിക്കുകയോ ചെയ്യുന്നെങ്കിൽ മേക്ക് ഷുവർ യു ഹേർഡ് ഫ്രം ഗോഡ്. ദൈവമാണ് നിന്നോട് സംസാരിച്ചത്, ദൈവമാണ് നിന്നോട് ഇടപെട്ടത്. ഇത് ഞാൻ തന്നെ ചെയ്യാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നുള്ളത് പൂർണ്ണ ഉറപ്പ് വന്നിട്ട് എന്ത് ചെയ്യാവൂ, ചെയ്യാവൂ, ഇറങ്ങാവൂ. എന്നിട്ട് വായിച്ചോ. എന്നിട്ട് അവൻ പ്രാർത്ഥിക്കുക. മതി, നമുക്ക് ഇന്നലെ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ പോകുന്നില്ല അങ്ങോട്ട്. അവനെന്ത് ചെയ്തു, ഒത്തിരി പ്രാർത്ഥിച്ച ആ വിഷയത്തെക്കുറിച്ച്. അടുത്തത് പിന്നെ അവൻ എന്തുവായിരുന്നെന്നറിയാമോ? അവൻ പ്രാർത്ഥിച്ചതിനെല്ലാം കഴിഞ്ഞ് ചിലർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ, ഒന്നും എന്ത് ചെയ്യത്തില്ല. എപ്പോഴും ചോദിച്ചാൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയും. ഏതാ 6 മാസം മുമ്പ് പറഞ്ഞ ദൈവാലോചന എന്തായി ബ്രദറെ? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പാസ്റ്ററെ. 1 വർഷം കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയല്ല, നെഹമ്യാവ് അതല്ലായിരുന്നു ചെയ്തത്. അവൻ എന്ത് ചെയ്തെന്നറിയാമോ? അവനതിൻ്റെ പരിഹാരം കണ്ടെത്താനായിട്ട് അവനെ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അവൻ എന്ത് ചെയ്തെന്നറിയാമോ? ഇത് പണിയേണ്ടത് ഞാൻ തന്നെയാണ് എന്നുള്ളൊരു ബോധ്യം അവന് ലഭിച്ചു കഴിഞ്ഞപ്പോഴാണ് അവന് വേണ്ടപ്പെട്ടവരുമായിട്ടൊക്കെ ബന്ധപ്പെടാനായിട്ട് തുടങ്ങി. ആരാ? അധികാരികളുമായി ബന്ധപ്പെട്ട്. 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെ വായിച്ചോ. ഇന്നലെ വായിച്ചത് നമ്മൾ. എന്നാലും അങ്ങനെ ഞാൻ അവസരം നോക്കിയിരിക്കുകയായിരുന്നു, ഇങ്ങനെ ഈ കാര്യം ഒന്ന് പ്രസന്റ് ചെയ്യണ്ടേ. അപ്പോഴ് അവന് രാജസ്ഥാനിലേക്ക് ചെന്ന് രാജാവിനോട് കാര്യം പ്രസന്റ് ചെയ്യാൻ പോവുക. കാരണം അവനൊരു കാര്യം മനസ്സിലായി, ഇത് ഞാൻ വിചാരിച്ചാലൊന്നും എന്ത് ചെയ്യത്തില്ല, നടക്കാൻ പോകുന്ന കാര്യമല്ല. എനിക്ക് അധികാരികളുടെ അനുവാദം വേണം. അതാണ് ഒരു കാര്യത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ചിലപ്പം പറയാറുണ്ട്, 1,00,000 ഉറുമ്പ് വിചാരിച്ചാലും ഒരു ആനയെ കയറ്റാൻ പറ്റത്തില്ല. പറ്റുമോ? ഒരു ആന കുഴി വീണ് കിടക്കുക, 1,00,000 ഉറുമ്പുകളെല്ലാം കൂടെ തീരുമാനമെടുത്ത് നമുക്ക് ഈ ആനയെ എന്ത് ചെയ്യണം, നടക്കാൻ പോകുന്നില്ല. ആനയെ കയറ്റണമെങ്കിൽ വേറൊരു ആന തന്നെ വരണം. മനസ്സിലായോ എന്തോ പറഞ്ഞതെന്ന്? ഒരു ആനയെ കയറ്റണമെങ്കിൽ ഒരു ആന തന്നെ വന്നേ പറ്റൂ. 1,00,000 ഉറുമ്പ് വിചാരിച്ചാലും എന്ത് ചെയ്യത്തില്ല,
ഈ ആനയെ കയറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നെഹമ്യാവിന് ഒരു കാര്യം മനസ്സിലായി ഈ പ്രാർത്ഥനയിലൂടെ, ഇത് ഞാൻ തന്നെ വിചാരിച്ചാൽ നടക്കാൻ പോകുന്ന കാര്യമില്ല. എനിക്ക് അധികാരികളുടെ സപ്പോർട്ട് എൻ്റെ പിന്നാലെ ഉണ്ടായെങ്കിലേ പറ്റത്തുള്ളൂ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ദൈവം നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞെന്ന് വിചാരിക്കുക. നാളെ നിങ്ങളിവിടെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ ആരും ചിലപ്പോൾ എന്ത് ചെയ്യുന്നു വരത്തില്ല. അത് നേരെ തിരിച്ചത് പാസ്റ്റർ പറഞ്ഞാലോ? ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? When it comes from the leadership, അത് ഇവിടുത്തെ അധികാരികളുടെ വായിൽ നിന്ന് വരുമ്പോൾ, അപ്പോൾ ആദ്യം എന്തോ വേണം? കൺവിൻസ് ദ അതോറിറ്റീസ്. അധികാരികളെ നീ ബോധ്യപ്പെടുത്തുക. ദൈവം എന്നോട് ഇങ്ങനൊരു കാര്യം പറഞ്ഞേക്കുന്നു, കർത്താവ് എനിക്ക് ഇങ്ങനൊരു ദർശനം തന്നേക്കുന്നു, ദൈവം ഇങ്ങനൊരു കാര്യം ചെയ്യാനായിട്ട്. കഴിഞ്ഞ ദിവസം എന്നോട് നമ്മുടെ സഭയിൽ 2-3 പറഞ്ഞു, ശനിയാഴ്ച വൈകുന്നേരം അല്പനേരം ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന്, ഞായറാഴ്ചയിലെ ആരാധനയെക്കുറിച്ച് പ്രാർത്ഥിക്കണമെന്ന് ദൈവം ഞങ്ങളുടെ ഹൃദയത്തിലൊരു ബോധ്യം തന്നേക്കുന്നു. പാസ്റ്റർ, ഞങ്ങൾക്കത് ചെയ്യാൻ അനുവാദമുണ്ടോ? ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഡു ഇറ്റ്. താക്കോലെടുത്ത് കൊടുത്തു. കഴിഞ്ഞ 4 ആഴ്ചയായിട്ട് അവർ 4-5 പേരൂടെ വന്നിരുന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഞായറാഴ്ചയിലെ ആരാധനയ്ക്ക് വേണ്ടി. ആൻഡ് ഐ ക്യാൻ ഫീൽ ദ ഡിഫറൻസ്. ഞായറാഴ്ച ഇവിടെ ആരാധനയ്ക്ക് വരുമ്പോൾ എനിക്കതിൻ്റെ വ്യത്യാസം ഇവിടെ എന്ത് ചെയ്യാൻ പറയുന്നുണ്ട്? അനുഭവിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു? നമുക്കത് പാസ്വേഡും ചോദിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ഇരുന്ന് എന്ത് ചെയ്യാം? നമ്മളാകെ 3-4 പേരല്ലോ. നമ്മുടെ വീട്ടിൽ നിന്ന് എന്ത് ചെയ്തേക്കാം? പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ അതെന്തുകൊണ്ടാവുന്നേ? 2 ദിവസം കഴിയുമ്പോൾ എൻ്റെ എന്തോടെ നമ്മളൊന്നും അറിയാണ്ട് വീട്ടിലോട്ട് ഒരു പ്രാർത്ഥന നടക്കുന്നെന്ന് കേട്ടല്ലോ അല്ലേ? ഒരു ലീഡർഷിപ്പ് ആൾ ചോദിക്കും. ഇതെന്നാ അവിടെ ഒരു നമ്മൾ സാധനമല്ലേ ഓണത്തിനിടയ്ക്ക് ഒരു ഫുഡ് കച്ചവടം പരിപാടിയായിട്ട് വന്നേക്കുന്നത് തന്നെ, സൂപ്പർ മാർക്കറ്റിൽ തന്നെ പെട്ടിക്കടയിട്ട് വെച്ചേക്കുന്നതെന്ന് ചോദിക്കത്തില്ലേ? ചോദിക്കും. അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയാ കെയിം ത്രൂ ദ ലീഡർഷിപ്പ്. അപ്പോൾ ഇനി 2-3 ആഴ്ച കൊണ്ട് ഞാൻ പറയും, ശനിയാഴ്ച വൈകിട്ട് ഇവിടെ പ്രാർത്ഥനയുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞായറാഴ്ചത്തെ ആരാധനയ്ക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ കം. ആദ്യം അവർ കമ്മിറ്റഡ് ആണോ ഞാൻ നോക്കും. ഈ പറഞ്ഞ ആളുകളെല്ലാം വന്നോ നോക്കും. 4 ആഴ്ചയും ഉണ്ടെന്ന് ബോധ്യം വന്നാൽ ഐ വിൽ കാസ്റ്റ് ദിസ് വിഷൻ ഇൻ ടു അതേഴ്സ്. അപ്പം നെഹമ്യാവിനൊരു കാര്യം മനസ്സിലായി, ഈ ദൗത്യം എനിക്ക് ചെയ്തെടുക്കണമെങ്കിൽ എനിക്ക് ആരുടെ അനുവാദം വേണം? അധികാരികളുടെ അനുവാദം വേണം. അപ്പോൾ ഈ കാര്യം പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി അവൻ നോക്കി നടക്കുക ഒരു നല്ല സന്ദർഭം. അങ്ങനെ ഒരു ദിവസം രാവിലെ രാജാവിന് വീഞ്ഞു കൊടുക്കാനായിട്ട് കടന്നു ചെല്ലുമ്പോൾ രാജാവ് ഇങ്ങോട്ട് എടുത്തിട്ടു. അതാണ് അവിടേക്കാണ് നിങ്ങൾ ലീഡർഷിപ്പ് ഇരിക്കുന്നത്. നീ ചോദിക്കുന്നതിന് മുമ്പ് അവർ വിഷയം പറയാണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ഞാൻ പറയാം, നിങ്ങളുടെ പ്രശ്നം പറയുന്നതിന് മുൻപ് സാർ ഇങ്ങോട്ട് ചോദിക്കണം, എന്നാ 3-4 ദിവസം ഒരു മുഖത്തൊരു വാട്ടം കാണുന്നില്ലോ, എന്നാ പറ്റി? എന്താ ഒരു ഉത്സാഹം കാണുന്നില്ലല്ലോ, എന്തോ പറ്റിയിട്ടുണ്ടല്ലോ, എന്താ വീട്ടിൽ വല്ല അലമ്പുണ്ടായോ, വീട്ടിൽ വല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്ന് ആര് ചോദിക്കണം? ലീഡർഷിപ്പ് ചോദിക്കണം. ലീഡർഷിപ്പ് അത് ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ലീഡർഷിപ്പായിട്ട് അത്രയേ ഒരു ബന്ധം ഉണ്ടാവണം അല്ലേ? നെഹമ്യാവിന് രാജാവുമായി അതുപോലൊരു ബന്ധം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ലീഡർഷിപ്പിനെ കാണുമ്പോഴത്തേനും നമ്മൾ തലേന്താ പോകുന്നത്, പാസ്റ്ററെ കാണുമ്പോഴത്തേനും പാസ്റ്ററുമായിട്ട് ഒരു ബന്ധം പോലെ. എന്നാൽ അവസാനം എനിക്ക് കൈ തരണം എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ എന്നാ നീ ലീഡർഷിപ്പുമായിട്ട് അവസാനമായിട്ടൊന്ന് അടുത്തിടപെട്ടെ. വന്നു ആരാധന കൂടി പോയി എന്നല്ലാതെ നിന്റെ ഇടയനുമായിട്ട് നീ അടുത്തിടപെട്ടോ? ഇടപെട്ടിരുന്നെങ്കിൽ നിന്റെ മുഖത്തിൻ്റെ വാട്ടം അദ്ദേഹത്തിന് അറിയായിരുന്നു. നെഹമ്യാവ് കൊണ്ട് ചെന്ന ഉടനെ രാജാവ് ചോദിച്ചു. എന്തോ ചോദിച്ചേ? രാജാവ് എന്നോട്, എന്നാ നിന്റെ മുഖം? ഇതൊക്കെ ഞാൻ പറഞ്ഞിരുന്നതിൻ്റെ മിനിസ്ട്രി നിങ്ങൾ പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ മിനിസ്ട്രി പ്രയോജനപ്പെടണമെങ്കിൽ, മിനിസ്ട്രിയിൽ മാത്രമല്ല ബിസിനസ്സിൽ, നിങ്ങൾ ഞാൻ സ്ഥിരം മുടി വെട്ടാൻ പോകുന്ന സ്ഥലമുണ്ട്. കാര്യം എന്താണെന്നറിയാമോ? അയാളുടെ വെട്ടത്ര അതിനൊക്കെ നന്നായി വെട്ടുന്നവർ ഇവിടെ കാണും. പക്ഷെ ദാറ്റ് മെയ്ഡ് ആ പേഴ്സൺ ഞാനുമായിട്ട് എന്തോ അറിയാമോ ഒരു കണക്ഷൻ ഉണ്ടാക്കി. പാസ്റ്ററെ സുഖമായിരിക്കുന്നോ? 2 മാസമായിട്ട് കണ്ടില്ലല്ലോ, പാസ്റ്റർ ഇവിടെ ഇല്ലായിരുന്നോ? ഫോറിൻ യാത്ര വല്ലതും ആയിരുന്നോ? ഈ മെയ്ഡ് എ കണക്ഷൻ. നമ്മുടെ വിശ്വാസികളുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കണം. നിൻ്റെ ക്ലയൻസുമായിട്ട്, ബിസിനസ് രംഗത്ത് വരികയാണെങ്കിൽ നിങ്ങളുടെ ക്ലയൻസുമായിട്ട് നീ എന്ത് ചെയ്യണം? ഒരു കണക്ഷൻ ഉണ്ടാക്കണം അല്ലേ? ഒരാവശ്യം വന്നില്ലല്ലോ, അല്ലെങ്കിൽ പോയി കളയാവും. അങ്ങനെ തകമൊന്നും വെട്ടാറായില്ലെങ്കിലും പെടിക്കുവറിന് എന്ത് ചെയ്തേക്കാൻ പോയി. കാര്യം എന്നാണെന്നറിയാമോ? വേറെ പണിയൊന്നുമില്ല, ബോറടിക്കുന്നു. മേക്ക് എ കണക്ഷൻ വിത്ത് ദ പീപ്പിൾ.
ഞാൻ ഇതേ പ്രിൻസിപ്പിള് മാനേജ്മെൻറ്റ് ക്ലാസ്സിന് പഠിപ്പിക്കുന്നതാണ്. ഇവിടെ തന്നെ ഉള്ളൂ, വെളിയിൽ പോകുമ്പോൾ മേക്ക് എ കണക്ഷൻ, ആളുകളുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കുക. അതിനായി വിസിറ്റിങ്ങിന് പോകണമെന്ന് പറയുന്നത്. അവരുടെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങൾക്കും പോകണമെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്നാ? മേക്ക് എ കണക്ഷൻ. ഇവൻ്റെ മുഖം വാടിയത് ആര് തിരിച്ചറിഞ്ഞു? രാജാവ് തിരിച്ചറിഞ്ഞു. രാജാവ് ചോദിച്ചു, നിനക്ക് അസുഖമൊന്നുമില്ലല്ലോ, പിന്നെ എന്നാ നിൻ്റെ ഇത് എന്തോ നിന്നെ മാനസികമായിട്ട് നിന്നെ നിങ്ങളുടെ ആരോടെങ്കിലും ഭർത്താവ് പോലും ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലേ? ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ ഒരാഴ്ചയായിട്ട് ഉപവാസമായ, എൻ്റെ അച്ഛന് പോലും അറിയത്തില്ല ഞാൻ ഉപവാസമാണെന്ന്. ഞാൻ പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു, വളരെ നന്നായെന്ന് പറഞ്ഞു. അച്ഛനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ വളരെ നന്നായെന്ന് പറഞ്ഞു. മര്യാദയ്ക്കെന്ന് പറഞ്ഞോളെന്ന് പറഞ്ഞു. ഇതൊന്നും വിശുദ്ധിയല്ല കേട്ടോ, ഇതൊന്നും വിശുദ്ധിയല്ല. ബാക്കി എന്തോന്ന് ഞാൻ പറയുന്നില്ല. ഒരാഴ്ചയായിട്ട് ഈ പെണ്ണ് ഉപവാസം എടുത്തിട്ട് ആരും അറിഞ്ഞിട്ടില്ല. അച്ചായ അറിഞ്ഞിട്ടില്ല, അച്ചായ എടുത്തത് ആരും അറിഞ്ഞിട്ടില്ല, കൊച്ചമ്മയും അറിഞ്ഞിട്ടില്ല. എന്നെ കമ്മ്യൂണിക്കേഷൻ അല്ല രണ്ടും തമ്മിൽ. നെഹമ്യാവിൻ്റെ മുഖം വാടിയത് ആരറിഞ്ഞു? രാജാവ് പറഞ്ഞു. എനിക്ക് അവസാനമൊക്കെ നാളായപ്പോഴത്തേന് കാഴ്ച പഴയ പോലെ ഇല്ലായിരുന്നു കുറച്ചെന്ന്. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു പുൽകാൻ വെക്കാന്നുള്ള രീതിയിൽ ഒരു ചോദിച്ചു, എന്നാ ഞാൻ ചോദിച്ചു, നീ എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ച്? ആഹാ, നിങ്ങളുടെ മുഖത്ത് വരുന്ന ഭാവം എനിക്കറിയാം, അത് കണ്ണില്ലെങ്കിലും കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. ഒന്നേ മര്യാദയ്ക്ക് താടി വെച്ചേക്കുക, അല്ലെങ്കിൽ ഫുള്ള് എടുത്ത് കളഞ്ഞേക്കുക, ഈ പുൽകാനം കൊണ്ടൊന്നിരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. എന്നാ എൻ്റെ കാര്യം? ദ കമ്മ്യൂണിക്കേഷൻ. ഞാൻ പറഞ്ഞു, നിനക്കല്ലേ കണ്ണ് കാണില്ലെന്ന് നീ പറഞ്ഞു. എന്നാൽ ഇതൊക്കെ കാണാമെന്ന് പറഞ്ഞോളാം പറഞ്ഞു. ഞാൻ പറഞ്ഞു തന്നതിൻ്റെ ആശയം എന്താണെന്നറിയാമോ? ദാറ്റ് ഷുഡ് ബി ദ കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ടാണ് മരിച്ചിട്ടും അങ്ങോട്ട് മരിച്ചു അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ദ കമ്മ്യൂണിക്കേഷൻ. നെഹമ്യാവിനെ കണ്ട ഉടനെ രാജാവ് പറഞ്ഞു, വാട്ട്സ് റോങ് വിത്ത് യു നെഹമ്യാവേ, എന്താ പറ്റി? ദാറ്റ് വാസ് ആൻ ഓപ്പർച്യൂണിറ്റി. നെഹമ്യാവ് അതിന് കാത്തിരിക്കുകയായിരുന്നു. നെഹമ്യാവ് പറഞ്ഞു, എന്തോ പറഞ്ഞു? എൻ്റെ പിതാക്കന്മാരുടെ, വായിച്ചോ, ആ, അപ്പം എനിക്ക് പേടിയായി. രാജാവ് എന്നിട്ട് പറഞ്ഞു, എന്ത് പറഞ്ഞു? എൻ്റെ പിതാക്കന്മാരുടെ. അപ്പം അക്കാലത്ത് അവിടെയാണ് നമ്മുടെ കൾച്ചർ പഠിക്കേണ്ടത്. അന്നത്തെ സംസ്കാരത്തിൽ പിതാക്കന്മാരുടെ കല്ലറകളെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. നമുക്ക് എവിടെ കൊണ്ടിട്ട് കുഴിച്ചിട്ടേന്ന് പോലും അറിയത്തില്ല. നമ്മൾ ചത്ത് കഴിഞ്ഞാൽ പോയി പട്ടിയെ കുഴിച്ചിടുന്ന പോലെ കുഴിച്ചിടും, പിന്നെ എന്ത് ചെയ്യത്തില്ല, എവിടാന്ന് പോലും നമുക്കറിയത്തില്ല. ഞങ്ങൾക്ക് അതിലൊന്നും വിശ്വാസമില്ലെന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. എനിക്കതിലൊക്കെ വിശ്വാസമുണ്ട് എന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്നും പോയി മെഴുതിരിയൊന്നും കത്തിക്കത്തൊന്നുമില്ല കേട്ടോ. ദാറ്റ്സ് എ റെസ്പെക്ട്. പിതാക്കന്മാരുടെ കല്ലറകളെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് അക്കാലത്ത് അവരുടെ കൾച്ചറിൽ. അവൻ പറഞ്ഞു, എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകൾ ഇങ്ങനെ രാജാവ് കേട്ടപ്പോഴേ രാജാവ് ആകെ അസ്വസ്ഥനായി. അത് ചെന്നാ വേണം അതിന്. അവൻ പറഞ്ഞു, അതൊന്ന് പോയി പണിയാനായിട്ട് എനിക്ക് അനുവാദം തരണം എന്ന് പറഞ്ഞു. അതിനിപ്പോൾ എന്നാ, എന്തോ അനുവാദം വേണമെങ്കിൽ തന്നേക്കാം. രാജാവ് കൽപ്പനകൾ ഒന്ന് മാറി അങ്ങ് ഇട്ട് കൊടുക്കുക. ഏതെല്ലാം രാജ്യത്തുനിന്ന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതിനൊക്കെ വേണ്ട എല്ലാ കാര്യങ്ങൾക്കും രാജാവ് എന്ത് ചെയ്തു? കൽപ്പന. അതാണ് ഞാൻ പറഞ്ഞത്, എ ലീഡർ ഷുഡ് ബി ഏബിൾ ടു ഫൈൻഡ് ഔട്ട് ദ റിസോഴ്സസ്. അല്ലേ, വണ്ടിയൊക്കെ എടുത്തു, കയറിയപ്പോഴാണ് മനസ്സിലായ പെട്രോൾ ഇല്ലതാ. പെട്രോൾ എവിടെ അടിക്കുക? എനിക്ക് ഇവിടെ പെട്രോൾ പമ്പൊന്നും അറിയത്തില്ല. നല്ല ഭാഗം നിനക്കറിയില്ല, പിന്നെ ആർക്കറിയാം? ഈ പട്ടണത്തിൽ എവിടെ പെട്രോൾ പമ്പെന്ന്? പിന്നെ ഗൂഗിൾ അമ്മാച്ചനുള്ളൊരു വലിയൊരു കാര്യം. ഗൂഗിളിനോട് ചോദിച്ചാൽ പറഞ്ഞു, ഇവിടെ അടുത്ത പെട്രോൾ പമ്പ് എവിടെയാണെന്ന് ചോദിച്ചാൽ. ഇത് ഇല്ലാത്ത കാലത്തെ എടാ, ഒരു ഡ്രൈവറായി നിനക്ക് അടുത്ത പെട്രോൾ പമ്പ് എവിടെ ഉള്ളതെന്ന് അറിയില്ലെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ അന്നേരം അവനെ ജോലി എന്ന് പറഞ്ഞു വിടും. എ ലീഡർ ഷുഡ് നോ വേർ ദ റിസോഴ്സസ് ആർ. ഒരു നേതാവിന് അറിയണം എവിടാണ് കാര്യങ്ങളുള്ളത്, എങ്ങനെ ഈ കാര്യം സാധിച്ചെടുക്കാം. അപ്പം നെഹമ്യാവിന് മനസ്സിലായി, ഇതെന്നെ കൊണ്ട് തന്നെ പറ്റത്തില്ല, എൻ്റെ ദർശനം വലുതാ, പക്ഷെ നടപ്പിലാവണമെങ്കിൽ എന്ത് ചെയ്യണം? എനിക്ക് രാജാവിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ പറ്റൂ. അത് നേടി, പെർമിഷൻ നേടി. എങ്ങനെ പോകണം, എവിടെ പോകണം എന്നുള്ള എല്ലാ കാര്യവും രാജാവ് ഇവൻ എന്ത് ചെയ്തു? മനസ്സിലാക്കിയെടുത്തു. ഇനി എന്ത് ചെയ്യുക? അതാണ് അതുവരെ നമ്മൾ ഇന്നലെ പഠിച്ചത്, അല്ല ഇന്നലെ ഇത് കഴിഞ്ഞത്.
എന്തുവാ അധികാരികളുമായിട്ട് അവൻ കാണുന്നു, ഇടപെടുന്നു. അടുത്തതിന് അവൻ എന്നാ ഇന്നറിയാമോ, എല്ലാ കാര്യവും സെറ്റാക്കി വെച്ചു. ഇനിയിപ്പോൾ ആവശ്യം വന്നാൽ എടുത്ത് ഉപയോഗിച്ചാൽ മാത്രം മതി. ലീഡർ, ഒരു ഇഫക്റ്റീവ് ലീഡർ, അല്ലെങ്കിൽ നല്ല രീതിയിൽ നിനക്ക് ലീഡർഷിപ്പിൽ പ്രശോഭിക്കാൻ കഴിയണമെങ്കിൽ നീ ഒരു വലിയ ദൗത്യത്തിന് ഇപ്പോൾ ഇറങ്ങിയിരിക്കുക. ഏതാ? യെരൂശലേമിൻ്റെ മതിൽ പണിയാന്നുള്ള വലിയ ദൗത്യത്തിൽ ഇറങ്ങിയിരിക്കുക. കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഏതാ? ശൂന്യമായി കിടക്കുന്നു, അത് കിടക്കുന്നു, അങ്ങനെ കിടക്കുന്നു എന്നൊക്കെ ഉള്ളൂ. ഇതും വെച്ച് ആരോടൊന്നും പറയാറായിട്ടില്ല ഇതുവരെ എനിക്ക്. നെഹമ്യാവ് അടുത്ത് ചെയ്തേനാ, ഹി ഇൻവെസ്റ്റിഗേറ്റഡ് വാട്ട് ഹി ഹേർഡ്. കേട്ടത് ശരിയാണോ എന്നൊന്ന് പരിശോധിക്കണം. കാര്യം ഞാൻ ചെയ്യാൻ പോകുന്ന ദൗത്യം ഇന്നതാ. അവിടെ ചെന്നപ്പോൾ എന്തുവാ, ഞാൻ പ്രതീക്ഷിച്ചതെല്ലാം അങ്ങനെ തകർന്നു കിടക്കായിരുന്ന, പക്ഷേ ചെന്നപ്പോൾ അങ്ങനൊന്നല്ല. പലപ്പോഴും നമ്മൾ കേട്ട പോലൊന്നും ആയിരിക്കത്തില്ല, ചെന്ന് നോക്കുമ്പോൾ ഒന്നും ആയിരിക്കത്തില്ല. അങ്ങനെ ഒത്തിരി അബദ്ധം എനിക്കും പറ്റിയിട്ടുണ്ട്. കേട്ട പോലൊന്നും ആയിരിക്കത്തില്ല. നെഹമ്യാവ് എന്തോ ചെയ്തെന്നറിയാമോ, താൻ കേട്ട കാര്യങ്ങളെ അവൻ എന്ത് ചെയ്യാമെന്നറിയാമോ, പരിശോധിക്കുക. 2-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ നെഹമ്യാവ് അവിടെ നിന്ന് യെരൂശലേമിലെത്തി. 3 ദിവസം അവിടെ താമസിച്ചു. മിനിമം 3 ദിവസം വേണം കേട്ടോ, താമസിച്ചു. ഞാനും എന്നോട് കൂടെ ചില പുരുഷന്മാരും രാത്രിയിൽ എഴുന്നേറ്റു. എന്നാൽ യെരൂശലേമിൽ ഞാൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്നുള്ളത് ഞാൻ എൻ്റെ കൂടെ വന്നവരോട് ഞാൻ പറഞ്ഞിരുന്നില്ല. പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുക ഞാൻ 5-6 പേരെയും കൂടെ വന്നോടാ, ആ കുടുംബത്തിന് നമ്മൾ 1 ലക്ഷം രൂപ കൊടുക്കാൻ പോവുക എന്ന് പറഞ്ഞ് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മുടക്കുക. അവർ നേരത്തെ പറയും, എന്ത് പറയും, സാർ 1 ലക്ഷം രൂപ കൊണ്ടുവരുന്നത് പായൊക്കെ മാറ്റി കീറിയ പായ എടുത്തിട്ടോ, നല്ല ഷർട്ടൊക്കെ മാറ്റി എന്ത് ചെയ്തോ, കീറിയ ബനിയൻ ഇട്ടതെന്നോളോ. അതിന് ഇതിനകത്തും ഉണ്ടാവില്ല ഒരു യൂത. അത് ഞാൻ വിശ്വസിക്കുന്ന മനുഷ്യനാണ്. എല്ലാ ലീഡർക്കും ഒരു യൂതയുണ്ട്. ഒന്നെങ്കിൽ യൂതയെ വിറ്റ് കാശാക്കും, അല്ലെങ്കിൽ ആ കൊടുക്കുന്ന കാശിൽ നിന്ന് ഇവൻ അടിച്ചെടുക്കും. ഏതെങ്കിലും എങ്ങനെയായാലും ഒരു 5-6 പേരെയും കൊണ്ട് പോവുക. ഇവരോട് ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞു, നമ്മളീ പോകുന്നതേ ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ആ കുടുംബത്തിന് വല്ലതും സഹായിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഇവൻ അന്നേരം എന്ത് ചെയ്യും, ബാത്റൂമിലോട്ട് പോയിട്ട് സെൽഫോൺ വിളിച്ചവരോട് ഇതേ സാധനം എല്ലാവരും കൂടെ വന്നിട്ട് സാറിൻ്റെ ഉദ്ദേശിച്ചത്. ഒരു ലീഡർ പഠിക്കേണ്ട അടുത്തൊരു കാര്യം, ഡോണ്ട് ടെൽ എനിബഡി വാട്ട് യു ആർ ഗോയിങ് ടു ഡു. ലേൺ ടു കീപ് സീക്രട്ട് ആസ് സീക്രട്സ്. ചിലപ്പോൾ ഭാര്യയോട് പോലും പറയാൻ പറ്റത്തില്ല. ചില ഭാര്യമാർക്ക് വല്ലാത്ത പിണക്കമുണ്ട്. അച്ഛാ എന്നോട് മാത്രം, നിന്നോട് പറഞ്ഞാൽ എന്ത് ചെയ്യും, നാട് മുഴുവൻ പിന്നെ പത്രത്തിൽ ഇടുന്നതിനേക്കാളും നല്ലതാണ് നിന്നോട് പറയുന്നത്. അതുകൊണ്ട് അതൊന്നും പറയാം. അതുകൊണ്ട് കല്യാണം കഴിച്ച സമയത്ത് ഞാനും ആൻറ്റിയും തമ്മിലൊരു തീരുമാനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, ആരെങ്കിലും കൗൺസിലിങ്ങിൽ വരുന്നത് എന്തുവാന്ന് നീ ചോദിക്കരുത്, ഞാൻ പറയത്തില്ല. നേരെ തിരിച്ചും ഞാൻ പറഞ്ഞു, ഞാനും ചോദിക്കത്തില്ല. കാരണം അത് നിന്നോടേ പറയാൻ പറ്റത്തില്ല, എനിക്ക് കേൾക്കണ്ട. അതുകൊണ്ട് ആരെങ്കിലും ഫോൺ വിളിച്ചാൽ ആരാ വിളിച്ചതെന്ന് ഞാൻ ചോദിക്കത്തില്ല, എന്തിനാ വിളിച്ചതെന്നും ചോദിക്കത്തില്ല. എൻ്റെ അപ്പ ചില പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ ചില ആണുങ്ങളുണ്ട്, ആരാ വിളിച്ചത്, എന്തോ ഇത്രയും നേരം നീ സംസാരിച്ചുകൊണ്ടിരുന്നത്. certain things you have to keep as secrets. അതിന് 2 കാരണങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, ഒരു പുരുഷൻ ഒരു വിഷയം വിട്ടുകളയുന്ന പോലെ ഒരു സ്ത്രീ വിട്ടുകളയില്ല. അതവിടെ കിടക്കും. അത് കൊരട്ടത്ത് വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ അത് അവിടെ വെച്ചിരിക്കും, അവിടെ കിടക്കും. അത് ചത്താലും ബാക്കി ശരീരം മുഴുവൻ ജീർണിച്ചാലും ഈ സാധനം ജീർണിക്കാതെ പിന്നെ അവിടെ ഉണ്ടാവും. ഉറപ്പാ, നിങ്ങൾ നോക്കിക്കോ. എത്ര ക്ഷമിച്ചെന്ന് പറഞ്ഞാലും, എത്ര വിട്ടുകളഞ്ഞെന്ന് പറഞ്ഞാലും, ഒരു 40 വർഷം മുമ്പ് അങ്ങാണ്ട് പറഞ്ഞ കാര്യമായിരിക്കും കല്യാണം കഴിഞ്ഞ് വന്നിടന്. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട കേട്ടോ, അന്ന് പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്നാൽ ഒരു പുരുഷൻ അങ്ങനല്ല. അവൻ ഈ വോണ്ട് കെയർ ഇറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ലല്ലോ ഈ കാര്യങ്ങളൊന്നും. എന്നെ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ലല്ലോ. എന്നെ പറഞ്ഞത് ഓർമ്മയില്ല, ഞാൻ പറഞ്ഞതും എന്തില്ല, ഓർമ്മയില്ല. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും സ്ത്രീയോട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാനായിട്ടൊക്കുന്നില്ല. നെഹമ്യാവ് താൻ അവിടെ ചെന്നു, തൻ്റെ കൂടെ കുറച്ച് പേരുണ്ടെങ്കിലും ആരോടും പറഞ്ഞില്ല താൻ എന്തിനാ ഇവിടെ വന്നേക്കുന്നതെന്നോ
താൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. ഓക്കെ, അടുത്ത് വായിച്ചോ. എന്ന് അവിടെ എന്തുവാ ചെയ്ത് എന്നിട്ട് വായിച്ചോ. ഞാൻ രാത്രി, അതായത് യെരുശലേമിന്റെ വാതിലുകളെ, ആ വാതിലുകളെല്ലാം പോയി ഇവൻ എന്ത് ചെയ്യുക, കേട്ടതുപോലെ തന്നെയാണോ സംഭവം, ഞങ്ങൾ കേട്ടതുപോലെ തന്നെയാണോ കാര്യങ്ങൾ എന്ന് ഇവൻ എന്ത് ചെയ്തു. ഇഫക്റ്റീവ്, നീ ചെയ്യാൻ പോകുന്ന ദൗത്യം ഏറ്റവും ഇഫക്റ്റീവായിട്ട് നിനക്ക് ചെയ്യാൻ കഴിയണമെങ്കിൽ കേട്ടതൊക്കെ പരമാർത്ഥമാണോ എന്ന് എന്ത് ചെയ്യണമെന്ന് പോയി അന്വേഷിക്കണം. അതിന് സാധാരണ പറയും വാലിഡേഷൻ, വെരിഫിക്കേഷൻ ഓഫ് ഫാക്ട്സ് എന്ന് പറയും. അത് ടെക്നിക്കൽ ടേമാണ്, വെരിഫിക്കേഷൻ ഓഫ് ഫാക്ട്സ്. കേട്ടതൊക്കെ യാഥാർത്ഥ്യമാണോ? അയ്യോ, ഒത്തിരി അനുഭവങ്ങളുണ്ട്. പണ്ട് ഞങ്ങൾ ഓർഫനേജും മേഴ്സി ഹോമൊക്കെ നടത്തിയിരുന്ന കാലത്താണ്. കേരളത്തിൽ അത് നടന്നില്ല, കാരണം ഇവിടെ നമ്മൾ മറ്റുള്ളിടത്ത് നമ്മൾ ചെല്ലുന്ന, നമ്മൾ പറയാതെ ചെല്ലാനും പറ്റത്തില്ലല്ലോ. അവിടെ ചെല്ലുന്ന പറയുമ്പോഴത്തേക്ക് അയൽവാസികളായ കുട്ടികളെ എല്ലാം കൂടെ പിടിച്ചിരുത്തി എന്നാ പരിപാടി, അവർ എത്ര എടുത്ത് കളിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നറിയാം, എത്ര കാശ് എൻ്റെ പോയിട്ടുണ്ടെന്നറിയാമോ. പിന്നെ എന്നെയല്ല അവർ കളിപ്പിച്ചത്, അവർ തമ്പുരാനെയാണ് കളിപ്പിച്ചത്. പക്ഷെ തമ്പുരാൻ എനിക്ക് ചോദിക്കും, നിനക്ക് ഇത്രയും ബോധമില്ലായിരുന്നു എന്ന് ചോദിക്കും. നിനക്ക് ഇത്രയും ബോധമില്ലായിരുന്നു നീ കൊടുക്കുന്നതിന് മുമ്പ്? അങ്ങനെ പലരും ഞാൻ നിർത്തേണ്ടി വന്നിട്ടുണ്ട്. നിർത്തിക്കഴിയുമ്പോൾ നമ്മളെ സഹായിച്ച ആളോട് എന്തോ മറുപടി പറയും. ഒന്നീ പറയണതെല്ലാം കൂടെ ചത്തുപോയി എന്ന് പറയണം. എന്തോ മറുപടി പറയാം ഞാൻ. ആരുമില്ല എന്ന് പറഞ്ഞെടുത്ത ഈ കുഞ്ഞുങ്ങളെ ഈ കള്ളത്തരം കണ്ട് നിർത്തുമ്പോൾ ഞാൻ എന്തോ മറുപടി പറയാ. നിങ്ങൾ പറ, കേട്ടോണ്ടിരിക്കാനല്ല ഞാൻ ചോദിച്ചത്. ഞാൻ എന്തോ മറുപടി പറയട്ടെ? മറുപടി പറയാനില്ല. അവസാനം ഞാൻ ഫാക്ട്സ് അവരോട് പറഞ്ഞു, സത്യം അവരോട് പറയേണ്ടി വരുന്നു. എന്തുവാ, ഈ കുട്ടികൾക്ക് അപ്പനും അമ്മയൊക്കെ ഉള്ളതായിരുന്നു. ഇവർ കാശ് കിട്ടാൻ വേണ്ടി ഇവരെ എന്ത് ചെയ്തതാ, പിടിച്ചിവിടെ കൊണ്ട് ഇരുത്തിയതാ. എക്സാമിൻ ദ ഫാക്ട്സ് എപ്പോഴും. അതൊരാൾ വന്ന് നിങ്ങളുടെ അടുക്കുമെന്ന് വല്ല കാര്യം സങ്കടം പറയുമ്പോഴും ശരി, ഞാൻ അന്വേഷിക്കേണ്ടെന്ന് പറയാം. ഞാൻ അന്വേഷിക്കേണ്ടത് നിങ്ങളുടെ നാളമാണ്. ഞാൻ ഇവിടുന്ന് ആരെങ്കിലും ഒരാളെ വിട്ട് അന്വേഷിപ്പിച്ചിട്ട് ആ മനുഷ്യൻ ആയുസ് തിരിച്ചു വരത്തില്ല. കാരണം ഇവിടുന്ന് അന്വേഷിക്കാൻ ആളെ ഇവിടുന്ന് കൃത്യമായിട്ട് അഡ്രസ്സും പേരും ഊരും എല്ലാം ഞാനിവിടെ എഴുതിയെടുക്കും എന്ന് പറയും. ഞാനിവിടെ ഒരാളെ വിട്ട് അന്വേഷിച്ചിട്ട് കാര്യം സത്യമാണെങ്കിൽ ഇതിൻ്റെ സമ്പൂർണ്ണ ചെലവ് ഞാൻ എന്ത് ചെയ്തേക്കാം, ഞാൻ വഹിച്ചേക്കാം. പലപ്പോഴും എൻ്റെ കാശ് പോവാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. നെഹമ്യാവ് നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. ഇതെല്ലാം എന്തോത്തിപ്പെട്ടതാ, നാവിഗേഷൻ റൂൾസാണ്. ഇത് സ്റ്റിയറിംഗ് പിടിച്ചോണ്ടിരുന്നാൽ മാത്രം പോരാല്ലോ, ഇത് നാവിഗേഷൻ റൂൾസാ. ഇത് നടത്തണമെങ്കിൽ, ഇത് കൊണ്ടുപോകണമെങ്കിൽ ഈ കാര്യം കേട്ടതൊക്കെ ഫാക്ട്സ് ആണോ വാസ്തവമാണോ എന്നും കൂടെ എന്ത് ചെയ്യണം, പരിശോധിക്കണം. അടുത്ത രണ്ടെണ്ണം കൂടെ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞേക്കാം. അപ്പൊ ഇന്ന് പഠിച്ചത് എന്തോ പ്രധാനമായിട്ട് നാവിഗേഷൻ. ഇതിനകത്ത് ഏത് നിയമമാണ് പ്രധാനമായിട്ട് പഠിച്ചേക്കുന്നത്? ചെക്കിംഗ് ദ ഫാക്ട്സ്. ബാക്കിയെല്ലാം ഇന്നലെ പഠിച്ചതാ. ശരിയാണോ നോക്കുക. പലരും സഭയായിട്ട് നമ്മുടെ കൂടെ ചേരാനായിട്ട് വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ചോദിക്കുക എത്ര പേരുണ്ട്? അവിടെ ഞങ്ങൾക്ക് 10-60 പേര് ആരാധനയ്ക്ക് വരാനുണ്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ ഭാഷ വിട്ട് സെൻട്രൽ ഭാഷയോട് പറയും, ഭാഷ ഇങ്ങനൊരു സഭ ചേരാൻ ആഗ്രഹിക്കുന്നു, ജസ്റ്റ് ഒന്ന്. അവിടെ ചെല്ലുമ്പോൾ എന്തുവാ, 60 പോയിട്ട് 6 പോലും ഇല്ല. അപ്പോൾ ആദ്യത്തെ ഒരു ബെല്ല് കിട്ടി നമുക്ക്, കള്ളം പറയുന്നവനാ ഇയാള്. അങ്ങനെ പിന്നെ ഇങ്ങനെ ആദ്യത്തോടുകൂടെ പോയതോടുകൂടെ പിന്നെ ഞാൻ ഭാഷയോട് ഇനി പോകണ്ടെന്ന് പറയും. ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ കർത്താവിൻ്റെ ഒരു വാക്ക് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതിന് പറ്റിയ വാക്ക് ഏതായിരിക്കും?
കർത്താവ് പഠിപ്പിച്ചാൽ ഇതിന് പറ്റിയ വാക്യതാ. നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കും.